ഗോവിന്ദ, വീട് എനിക്കറിയാനല്ല. രവി, എന്താ ഇത്? ഗുഡ് മോർണിംഗ് മമ്മി. മമ്മി അതെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നേരം വെളുത്താ ഇരുട്ടുന്നത് വരെ, ഇരുട്ടിയാ പിന്നെ വെളുക്കുന്നത് വരെ കുടി തന്നെ കുടി. കുടിച്ചു കുടിച്ച് നീ നശിക്കും. രാജശേഖരൻ തമ്പിയുടെ സഹോദരി സുഭദ്രമ്മ തങ്കച്ചിയാണ് ഞാൻ. എന്റെ മകനാണ് നീ. അന്തസ്സും അഭിമാനമുള്ള തറവാടാണിത്. ആ ഓർമ്മ പോലും നിനക്കില്ലാതെ പോയല്ലോ. കുടിക്കണമെങ്കിൽ ബാറിൽ പോകണമെന്നുണ്ടോ? ഇവിടെ ഇരുന്ന് കുടിച്ചൂടെ? സോറി മമ്മി. എന്നെ അങ്ങനെ വിളിക്കരുത്. നീ എന്റെ മകനാണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു. ഇനി കുടിക്കില്ല മമ്മി. എനിക്ക് വിശ്വാസമില്ല. നീ ഒരിക്കലും നന്നാവില്ല. ഇല്ല മമ്മി, ഞാൻ കുടിക്കത്തേ ഇല്ല. പോയി കിടന്നുറങ്ങ്. പോയിന്താ വന്നിട്ടു ശരിയല്ലേ? എനിക്കറിയാല്ല. എന്താ തൊഴിയാ?
എന്തൊരു മമ്മിയാണിത്, എപ്പോഴും വഴക്ക് തന്നെ വഴക്ക്. ഗോവിന്ദ, എന്റെ മമ്മിക്ക് സ്നേഹിക്കാൻ അറിയില്ലേ? കുഞ്ഞു കിടന്നുറങ്ങിക്കാട്ടെ. ഗോവിന്ദ പൊയ്ക്കോ. ഗോവിന്ദ, ഗോവിന്ദ. എന്തോ? രവി ഉണർന്നു കാണും, കൊണ്ടുപോയി കൊടുക്ക്. ഓ. Cheers, darling. ഹലോ. ഹലോ. ഹായ് സ്വപ്ന. ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? എന്റെ അടുത്ത് തന്നെ നീ എപ്പോഴും ഉണ്ടല്ലോ. രാവിലെ തന്നെ ലഹരിയിലാണല്ലോ. നീയാണ് എന്റെ ലഹരി. ഡാർലിംഗ്, ഇന്നെന്താ ദിവസം അറിയാമോ? നീ എന്റെ കൂടെ ഉള്ളപ്പോൾ ദിവസമോ മാസമോ കാലമോ ഒന്നും ഞാൻ ഓർക്കാറില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. ഡാർലിംഗ്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഓ, ഐ forgot it. Many, many happy returns of the day, darling. താങ്ക് യു. മമ്മി, മമ്മി കേൾക്കുന്നുണ്ട്. മമ്മി, നമ്മുടെ സ്വപ്നയില്ലേ, സ്വപ്ന, ഉം. അവളുടെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞു. തമ്മിൽ കാണാമെന്നും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതും പറഞ്ഞു. കാര്യമായി എന്തെങ്കിലും പ്രസന്റ് കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുമല്ലോ. പറഞ്ഞു. അതിന് നിനക്ക് പണം വേണമല്ലേ? മാനേജർ സാർ വന്നിരിക്കുന്നു. അവിടെ ഇരിക്കാൻ പറയൂ. ശരി. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഇത് ടോംസൺ കമ്പനിയുമായുള്ള എഗ്രിമെന്റ് ആണ്. മിസ്റ്റർ പ്രഭാകരൻ, ബോംബെയിലെ ഹീരാചന്ദുമായിട്ടുള്ള കോൺട്രാക്ടിന്റെ പീരീഡ് അവസാനിച്ചു. ഇല്ല, അത് സെപ്റ്റംബർ വരെ ഉണ്ട്. ഗുഡ് മോർണിംഗ് രവി. എന്താ നിന്റെ തല മാത്രമേ അനങ്ങുള്ളൂ? നാം അനങ്ങൂല്ലേ? സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ രവി ഒരുമാതിരി വല്ലാതിരിക്കുന്നത്? ഇവൻ എന്നും ഇങ്ങനെ തന്നെയല്ലേ? നീ എന്താ പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നത്? മാഡം, ഒന്നും തോന്നരുത്. പറയൂ. രവി ഇപ്പോഴും കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാറിൽ പോയി കുടിച്ച് കൂത്താടുന്നതിനേക്കാൾ ഭേദമല്ലേ വീട്ടിലിരുന്ന് കുടിക്കുന്നത്? ശീലമായി പോയി. ഇനി ആര് വിചാരിച്ചാലും അവനെ തിരുത്താനാവില്ല.
തീർച്ചയായിട്ടും വരണം. സർ 18-ാം തീയതിയാണ് ഓണം. സാറ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഒരു ചെറിയ അഡ്വാൻസ് തരണം. അയ്യോ, അഡ്വാൻസ് അത് സാധ്യമല്ല. ചെയ്യുന്ന ജോലിക്ക് കൂലി, അതാണല്ലോ ഇവിടുത്തെ ഏർപ്പാട്. എന്താ രവി, എന്താ? കാഷ്യറോട് ഞാൻ 10,000 രൂപ ചോദിച്ചു. അയാൾ തരുന്നില്ല. നിങ്ങൾ പറഞ്ഞാലേ അയാൾ തരുമെന്ന്. കാഷ്യർ, രവിക്ക് 10,000 രൂപ കൊടുത്തേക്കു. രവി വാങ്ങിച്ചോളൂ. സാർ, ഓണമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പട്ടിണി കെട്ടരുത്. ഞങ്ങൾക്ക് അഡ്വാൻസ് തരണം. ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോയി ചോദിക്കാനാണ്? മാധവ, പണത്തിന്റെ കാര്യമെല്ലാം സുഭദ്രാമ തങ്കച്ചിയോടാണ് ചോദിക്കേണ്ടത്. എന്താ മാനേജർ? ഇവർക്ക് ഓണത്തിന് അഡ്വാൻസ് വേണമെന്ന്. അഡ്വാൻസോ? ഓ, എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത ജോലിക്ക് കൂലി. അതെന്റെ സ്ഥാപനത്തിൽ നടപ്പില്ല. അങ്ങനെ പറയരുത്. നോ, കൂടുതൽ സംസാരിക്കണമെന്നില്ല. നോ അഡ്വാൻസ്, നത്തിങ്. നിങ്ങൾക്ക് പോകാം. ഞങ്ങൾ പോവില്ല. വെറും ന്യായമായ ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അത് സാധിച്ചു കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് അനങ്ങില്ല. ആർക്കൊക്കെ ന്യായം വേണോ അവർക്കൊക്കെ ഇവിടെ നിൽക്കാം, അല്ലാത്തവർക്ക് പോകാം. സുഭദ്രാമ തകച്ചി, നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുത്. ന്യായമായ ഞങ്ങളുടെ അവകാശം നിങ്ങൾ നിഷേധിച്ചാൽ ഈ നിമിഷം മുതൽ ഈ ഫാക്ടറി ചലിക്കില്ല. വരൂ. ഓണ അഡ്വാൻസ് അനുവദിക്കുക. ഓണ അഡ്വാൻസ് അനുവദിക്കുക. സുഭദ്രാമ തങ്കച്ചി നീതി പാലിക്കുക. ഹായ് സ്വപ്ന, നീ എന്നോട് പിണങ്ങിയോ? വേണ്ട വേണ്ട, കാത്തിരുന്നിരുന്ന് ഞാൻ മടുത്തു. ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് ഒരുമിച്ചുണ്ടാമെന്ന് കരുതി. പക്ഷേ രവി വന്നില്ല. ആഹാ, അത്രേ ഉള്ളൂ. സില്ലികൾ. എനിക്കറിയാം, എന്നോട് സ്നേഹമില്ലഞ്ഞിട്ടാ രവി വരാഞ്ഞത്. സ്വപ്നെ, നീ എന്താ പറഞ്ഞത്? എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും നീയല്ലാതെ മറ്റാരാണുള്ളത്? എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ അമ്മ സ്നേഹത്തോടെ എന്നെ മോനെ എന്ന് വിളിച്ചിട്ടില്ല. എന്റെ മനസ്സ് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുമ്പോഴെല്ലാം ഞാൻ നിന്റെ അടുത്തേക്കാണ് ഓടി വരാറുള്ളത്. പക്ഷേ നിനക്കും എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാനില്ല. ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. രവീന്ദ്രനെ വിഷമിക്കുന്നേ? രവിയെ സ്നേഹിക്കാൻ ഞാനില്ലേ? എപ്പോഴും എനിക്ക് എന്റെ രവിയെ കുറിച്ചുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ. രവിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് നിന്റെ ബർത്ത്ഡേക്കുള്ള സമ്മാനമല്ല. പിന്നെ ഇന്ന് നമ്മളുടെ വിവാഹ നിശ്ചയമാണ്. പക്ഷെ ഒരു കാര്യം, ഇത് നമ്മൾ രണ്ടുപേരും കടിയേറ്റ് കർഷകനോ? കുടിയേറ്റ് കർഷകർ ധർണ നടത്തി എന്നതിന് പകരം കടിയേറ്റ് കർഷകർ ധർണ നടത്തി എന്നാണ് അച്ചടിച്ചു വന്നിരിക്കുന്നത്. അയ്യോ, ക്ഷമിക്കണം. ഞാനേ നാളത്തെ പത്രത്തിൽ തന്നെ അതിന് ക്ഷമാപണം ചോദിച്ചേക്കാം. ഓ, തനിക്ക് ഈ കുടിയും കടിയും തമ്മിലുള്ള വ്യത്യാസം ഒന്നും അറിയില്ലേ? എന്ത് പറ്റി സാർ? ഞാൻ വേണം നാളെ ക്ഷമാപണം ചോദിക്കാം. അറിയോ? ഒരു മാറോ, ഒരു മാറോ. ഇനി എന്താണോ ഇതിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നത്?
തമ്പീസ് ഇൻഡസ്ട്രീസിന് പണിമുടക്ക് മാനേജ്മെന്റിന്റെ ധിക്കാരം. തന്നോട് ഈ ഫ്രണ്ട് പേജില് 17 ഒളിച്ചോട്ടത്തെ കുറിച്ച് കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് അച്ഛൻ നടത്തിയപ്പോഴേക്കും 17 തിരിച്ചു വന്നു സാർ. അതിൽ തനിക്കുന്നാടോ അവൾ തിരിച്ചു വന്ന് തന്റെ വീട്ടിലേക്കാണോ? തന്നോട് ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കാൻ ആരാ പറഞ്ഞെന്നോ ചോദിച്ചു. ഇതെന്താ ശ്രീദേവി ഇത്? എന്തിനാ ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തത്? അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, അവർക്ക് പണം കൊണ്ടും കൂടിയാണ് ഈ പത്രം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്നോ? ചരിതൊക്കെ കണ്ടില്ല കേട്ടില്ലാന്ന് വെക്കണം. ചിലതൊക്കെ ആവാം, എല്ലാം അങ്ങനെ വെക്കണം. ഞാൻ എഴുതിയ ഓരോ അക്ഷരവും സത്യമാണ് സാർ. ശ്രീദേവി, സത്യം മാത്രം എഴുതിയാൽ നമ്മുടെ പത്രം നിലനിൽക്കില്ല. ഒരു പത്രപ്രവർത്തകന്റെ പേന ഒരിക്കലും കള്ളം പറയരുതെന്ന് ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരിക്കൽ എന്നെ ഉപദേശിച്ചു. ജീവിക്കാൻ അറിയാൻ പാടില്ലാത്ത മഠയൻ ആരാണ് എന്റെ കുട്ടി? സോറി സാർ. പറയൂ. ഞാനിവിടെ ആദ്യം ജോലിക്ക് വന്നപ്പോൾ സാറ് തന്നെയാണ് എന്നെ അങ്ങനെ ഉപദേശിച്ചത്. അയ്യോ, അത് രാജമ്മേ, ഇതാ ഇത്തവണത്തെ ഓണം അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ. ഫാക്ടറിയിലാണെങ്കിൽ പണിമുടക്കവും ബഹളവും ഒക്കെയാ. ഈ രൂപ തന്നെ കുഞ്ഞുവർഗീയതിന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കടമെടുത്തതാ. ഓണം ഉണ്ടില്ലേലും വേണ്ടില്ല, നിങ്ങൾ ബഹളത്തിനും കുഴപ്പത്തിനൊന്നും പോകാതിരുന്നാ മതി. ആ ഇതാ മോളെ, നിനക്കൊരു സാരിയാ. ആ രാജമ്മേ, നീ അറിഞ്ഞോ ഇവളെ പറ്റി ഫാക്ടറിയിലുള്ളവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ്. നീ പത്രത്തിൽ എഴുതി അച്ഛൻ വായിച്ചു, അസലായി മോളെ. നിങ്ങൾ എന്തോന്നാ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ എഴുതി രാവിലെ അവൾ വഴക്കം പറഞ്ഞ ചിരിക്കുവാ ഞാൻ. അപ്പഴാ വന്നിരിക്കുന്നത് അസലായി എന്ന് പറയാം. നീ ബോളി എവിടുന്ന്? നിനക്ക് അടുക്കളയിൽ കിടന്ന് ചട്ടിയും കലവും കഴിയാനല്ലാതെ വേറെ വല്ലതും അറിയാമോ? ആ എന്നാലേ വല്ലവരെ പറ്റി വല്ലതൊക്കെ എഴുത്. എന്നിട്ട് അവര് തരുന്ന അച്ഛനും മോളും കൂടെ അങ്ങ് പങ്കിട്ട് വാങ്ങിച്ചോ. എന്താടാ പെറുക്കി? ഞാനൊരുത്തിനകത്ത് പെറുക്കുന്ന കണ്ടൂടെ? എടാ, എല്ലാരും കൊണ്ട് ഇതിനകത്ത് കൈയിടാനേ എന്റെയോ നിന്റെയോ തന്ത പോലും ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എടാ, ഞാൻ യൂണിയനിലുള്ളവനാ, പെറുക്കി യൂണിയൻ. പോടാവിടുന്ന്. അയ്യോ, എല്ലാവന്മാരും വലിയ വീട്ടിലാ താമസം. ചപ്പും ചോറും കുറ്റിയെ കൊണ്ടുവന്നിട അതിക്കുമാര് പുഴുങ്ങി തിന്നുവാണോ? രാവിലെ 10 ഇത് കൈനീട്ടം കിട്ടിയില്ല. വല്യവന്മാരോ മേലൽപ്പ വൃത്തികേടായെങ്കിലും രാവിലെ ഒരു കോള് കിട്ടി. പൈപ്പിംഗ് കറി ആയിരിക്കല്ലേ. ഒറ്റ തുള്ളി പോലും ഇല്ല. ദാരിദ്ര്യവാസി. ഇതേതെങ്കിലും രാഷ്ട്രീയക്കാര് കുടിച്ചായിരിക്കും. കുപ്പി വിഴുങ്ങാത്ത എന്റെ ഭാഗ്യം. ആ കുപ്പിയെങ്കിലും കിട്ടിയല്ല. അയ്യോ അയ്യോ, വരുന്നൊരു പരമ വെറുക്കി. എങ്ങനെയുണ്ടോ ബിസിനസ് ഒക്കെ? വെറുക്കി ബിസിനസ് നിനക്ക് വല്ലതും കിട്ടിയോ? ആ കിട്ടി കിട്ടി കിട്ടി. ഒരു പെണ്ണിന്റെ പ്രേമലേഖനം. അവനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവള് തൂങ്ങിച്ചാവുമെന്ന്. അവള് തൂങ്ങിച്ചാവുകയൊന്നും ഇല്ലല്ലയാ. ആത്മഹൂതിയെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഹൂതിയും ചെയ്യില്ല. അവള് വേറെ കല്യാണം കഴിച്ചാണ്, അല്ലെങ്കിൽ വേറെ വല്ലവന്റെ കൂടെ ഇറങ്ങി പോയി കാണും. പൊറുക്കിത്തരം കഴിക്കരുത് കേട്ടോ. നമ്മള് പെറുക്കികളല്ലേ. ഞാൻ യൂണിയനിൽ കംപ്ലൈന്റ് ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും പറ്റിയ ഇത് കണ്ടോ? അതെ, 1/2 ഏക്കറില്ല. നന്നായി പോയി. മിസ്റ്റർ, നിങ്ങളുടെ വണ്ടി പുറകോട്ട് എടുക്കുന്നതാണ് നല്ലത്. നീ ആരടി? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. എടി പൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. നിങ്ങൾ ആ വണ്ടി പുറകോട്ട് എടുക്കാൻ പറയണം. ഞങ്ങളാണ് ആദ്യം വന്നത്. നിങ്ങൾ പുറകോട്ട് എടുക്കുന്നതാണ് മര്യാദ. നമ്മൾ മാറരുതാളേ, മാറരുത്. നീ ആ വണ്ടി പുറകോട്ട് എടുക്കാൻ പറയുന്നോ, അതോ ഞങ്ങൾ കാറ് കൊണ്ടുവന്നിടിച്ച് അത് പൊളിച്ചു കളയണോ? അത്രയ്ക്കൊന്നും ആരും ആളായിട്ടില്ല. നിങ്ങൾ 2 കൂട്ടരും വഴക്കുണ്ടാക്കണ്ട. ഞാൻ എന്റെ വണ്ടി മാറ്റിക്കോളാം. ഓ
ആളിനെ മനസ്സിലായോ? സുഭദ്രാമത്തങ്കച്ചിയുടെ മോനാ. വലിയ തറവാട്ടിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? രാവിലെ കുടി തുടങ്ങും, പിന്നെ ഈ പെണ്ണുമായി ചുറ്റി നടക്കലാ തൊഴില്. നിന്റെ ചാക്ക് ഇവിടെ? ചാക്കോ? അല്ല വർഗീസ്. ചാക്ക് അത് ഞാൻ വിറ്റു. ചേട്ടാ അത് നമ്മുടെ വയറ്റിപ്പഴപ്പല്ലോടെ ദാരിദ്ര്യവാസി. പഴയ പൗഡർ ടിന്നോ ടൂത്ത് പേസ്റ്റിന്റെ കുറ്റിയോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലല്ലേ നമുക്ക് ജീവിക്കാനൊക്കെ ഉള്ളൂ. അതൊക്കെ മുതലാളിമാരുടെ വീട്ടിലെ പെണ്ണുങ്ങള് സൂക്ഷിച്ചു വെച്ച് വിറ്റ് കാശുണ്ടാക്കി തുടങ്ങി. ശരിയാളിയാ. പണ്ട് നമ്മളെ കൊണ്ട് പെറുക്കിച്ച് അത് വാങ്ങി വിറ്റ് മുതലാളിമാര് കാശുണ്ടാക്കി. ഇപ്പൊ അവന്മാര് നേരിട്ട് പെറുക്കി വിൽക്കുക, നമ്മള് പട്ടിണി. ഞാൻ സൂത്രം പറയട്ടെ. എന്താ? നമുക്ക് രണ്ടുപേരും കൂടി വല്ല പാതിരിമാരെയോ കന്യാസിമാരെയോ വേഷം കെട്ടി വല്ല പള്ളിയിലും അമ്പലത്തിലോ പോയി ചെരുപ്പ് മോഷ്ടിക്കാം. ചെരുപ്പ് പൊട്ടിക്കാനോ? എടാ അത് വലിയ ശിക്ഷയാണ്. എന്തോ ശിക്ഷയാണാവത്? വധശിക്ഷ. വധയാണെങ്കിൽ വേണ്ട. ആ. വേണ്ട. എടാളിയാ ഇത് കണ്ടോ? കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവൻ 5 ലക്ഷം രൂപ പ്രതിഫലവും വാങ്ങി ഓടി രക്ഷപ്പെട്ടു. കൊള്ളാം, അവനാണ് മിടുക്കൻ. അളിയാ ഒരു ഐഡിയ. നമുക്ക് സ്കൂളിൽ ചെന്ന് പിള്ളേരെ തട്ടിക്കൊണ്ടു പോവാം. അത് ശരിയാ. അങ്ങനെയെങ്കിലും എനിക്കൊന്ന് സ്കൂളിൽ പോകാമല്ലോ. പഠിപ്പിക്കാനായിരിക്കും. ആ കണക്ക്. ഓരോ കുട്ടിക്കും 5 ലക്ഷം രൂപ. കേരളത്തിൽ എത്ര സ്കൂളുകളുണ്ട്? 1 ലക്ഷം. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 3 ലക്ഷം. 5 കൂടെ 3 എത്ര? 13 ലക്ഷം. ആ 13 ലക്ഷം രൂപ നമുക്ക് കിട്ടും. പോയി പിന്നെ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും, തോന്നിയവരുടെ കൂടെ പോകും. നിങ്ങളാരെ ചോദിക്കാൻ? ഭാര്യമാര് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു പോകുന്നു. പിന്നെയാണോ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു സില്ലില്ലോ? ഇറങ്ങണ പുറത്തു. നിങ്ങളെന്തിനാണ് എന്റെ വീട്ടിൽ കയറി ഒന്ന് വഴക്കുണ്ടാക്കുന്നത്? ഞാൻ പോലീസിന് ഫോൺ ചെയ്യും. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും, തോന്നിയവരുടെ കൂടെ പോകും. നിങ്ങളാരെ ചോദിക്കാൻ? ഭാര്യമാര് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു പോകുന്നു. പിന്നെയാണോ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു സില്ലില്ലോ? ഇറങ്ങണ പുറത്തു.
അയ്യോ ഇത് നമ്മുടെ മാധവൻ അയ്യോ പാവ അരിയ സാധനങ്ങളൊക്കെ കയ്യിൽ എന്താ അവിടെ ബഹളം? ഓ ആക്സിഡന്റാ? മാധവൻ പൂർ ഫെലോ. എന്താ രവി ഇത്? സൂക്ഷ്മതയൊക്കെ വേണ്ടേ? ആ നീ വീട്ടിൽ പോ. അല്ല ഇവിടെ എന്താ സിനിമയിൽ സർക്കസോ മറ്റാണോ? ഒരാൾ ഇവിടെ ആക്സിഡന്റ് ആയി കിടക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ആശുപത്രി കൊണ്ടെത്തിച്ചൂടെ? മിസ്റ്റർ എല്ലാത്തിനും മാറ്റണം. ആശുപത്രി പോണം തോന്നുന്നു. എടുത്ത് വണ്ടി ഇടും. നമ്മൾ ആരും മരണം ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും മരിക്കുന്നു. എല്ലാ വീടുകളിലേക്കും അത് കടന്നു വരുന്നു. ഇവിടെയും വന്നു. എല്ലാം വിധിയാണ് കുട്ടി. നിങ്ങളുടെ മകൻ കള്ളു കുടിച്ച് കാർ ഓടിച്ചുകൊണ്ട് നെടിച്ചാണ് എന്റെ അച്ഛനെ കൊന്നത്. എല്ലാ മരണത്തിനും ഓരോ കാരണങ്ങളുണ്ടാവും. ഇതിങ്ങനെയായിപ്പോയി. നിങ്ങൾക്ക് 1000 ന്യായങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അച്ഛനാണ്. ഇയാൾ നിനക്കും നിന്റെ അമ്മയ്ക്കും ഒന്നും സമ്പാദിച്ചു വെക്കാതെയല്ലേ മരിച്ചത്? ഒരു ഇൻഷുറൻസ് പോളിസി പോലും. പണമില്ലാതെ ഒന്നും നടക്കില്ല കുട്ടി. ഞങ്ങൾക്ക് നിങ്ങളുടെ പണം ഒന്നും വേണ്ട സുഭദ്രാമ്മ തങ്കച്ചി. ഞങ്ങളുടെ ജീവിതത്തിന്റെ താങ്ങും തണലുമാണ് പോയത്. നിങ്ങൾ എക്സൈറ്റഡ് ആകരുത്. റെസ്റ്റ് എടുക്കൂ. മാധവൻ ഇനി എത്ര കാലം ജീവിക്കുമായിരുന്നു? കൂടിപ്പോയാൽ ഒരു 5-6 വർഷം. അത്രയും കാലം അയാൾ എന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്താൽ സമ്പാദിക്കുന്നതിന്റെ 10-20 ഇരട്ടി പണം ഞാൻ തരാം. പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കേസിലും വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ഓഹോ, എന്റെ അച്ഛന്റെ ജീവന്റെ വില നിശ്ചയിക്കാനാണോ സുഭദ്രാമ്മ തങ്കച്ചി ഇങ്ങോട്ട് കയറി വന്നത്? നിങ്ങൾക്ക് പോകാം. കുട്ടി, ഈ കേസും കോടതിയുമായിട്ടൊക്കെ അലയുന്നത് ഞങ്ങൾക്കൊരു വിനോദമാണ്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാ. കൂടുതൽ പറയണമെന്നില്ല. എന്റെ അച്ഛനെ കൊന്നതിന് ഞാൻ ശിക്ഷ വാങ്ങി കൊടുക്കുക തന്നെ ചെയ്യും. നിനക്കതിന് കഴിയില്ല. എന്റെ മകൻ പ്രതിക്കൂട്ടി പോലും ഉണ്ടാവില്ല. എന്റെ അച്ഛനെ കൊന്നവന് ഞാൻ ശിക്ഷ വാങ്ങി കൊടുക്കുക തന്നെ ചെയ്യും. ഗോവിന്ദ, എന്തോ? ഗോവിന്ദൻ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു? 10-20 വർഷമായി ഞാൻ ഇവിടുത്തെ ഉപ്പും ചോറും തിന്നുന്നു. ആ, അതിന് നന്ദി വേണം. എനിക്കതുണ്ട്. എങ്കിൽ ഗോവിന്ദൻ അത് തെളിയിക്കേണ്ട സന്ദർഭം ഇതാണ്. ഞാൻ എന്താണാവോ ചെയ്യേണ്ടത്? ഗോവിന്ദനെ ഞങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ സൽപ്പേരിന് ഒരു കളങ്കം ഏർപ്പെട്ടാൽ എനിക്കത് സഹിക്കാൻ ഒക്കില്ല കൊച്ചമ്മേ.
ഇതൊക്കെ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഗോവിന്ദൻ വെറുതെ പറയല്ലേ? അല്ല കൊച്ചമ്മേ, അല്ല. നിങ്ങൾക്കൊക്കെ വേണ്ടി ഈ ഗോവിന്ദൻ മരിക്കും. ഗോവിന്ദ, രവി കാർ ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കി. മാധവൻ മരിച്ചു. ഈ കുടുംബത്തിൽ നിന്നും ഒരാൾ ജയിലിൽ പോകുന്നത് അപമാനമാണ്. ഗോവിന്ദനാണ് കാർ ഓടിച്ചതെന്ന് കോടതിയിൽ കുറ്റം സമ്മതിക്കണം. എന്താ വിഷമമുണ്ടോ? വിഷമമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. കൂടിപ്പോയാ 2 വർഷം ശിക്ഷിക്കും, അത്രേ ഉള്ളൂ. പരിഭ്രമിക്കാൻ ഒന്നുമില്ല ഗോവിന്ദ. ഗോവിന്ദന്റെ കുടുംബം ഞാൻ നോക്കും. എല്ലാ മാസവും 1-ാം തീയതി 1000 രൂപ ഗോവിന്ദന്റെ വീട്ടുപടിക്കെത്തും. I3 എത്രയാ? I3 13. 13 ലക്ഷം രൂപ കിട്ടും. കിഡ്നാപ്പ്. എന്താ? കിഡ്നാപ്പ്. ഇതൊരു പയ്യൻ വരുന്നു. 5 ലക്ഷം ഉറച്ചു. പെറുക്കിയാണോ? പെറുക്കിയ, പക്ഷെ ലക്ഷങ്ങളെ പെറുക്കൂ. മോനെ വാടാ. എങ്ങോട്ട് പോവാ? മുട്ടായി മേടിക്കാം. എന്തോന്ന് ചന്ത? ഹീരാലാൽ രാംചന്ദ്. ആ, രാംചന്ദിന്റെ മോൻ മുട്ടായി തിന്നു. ഐസ്ക്രീം തിന്നണം, സാക്രീൻ അല്ലേ? കൂടാതെ പഴം, ബന്ന്, റൊട്ടി, കപ്പലണ്ടി മുട്ടായി ഇതെല്ലാം വാങ്ങിച്ചു തരാം. ഇതെന്താ? ഇത് ഐസ്ക്രീം ഉണ്ടാക്കുന്ന മിഷൻ, അതായത് ചാക്രീം മിഷൻ. അളവ് കറക്റ്റ് അളിയാ. കൊണ്ടുപോകാം. എനിക്കൊരു പ്ലേറ്റ് ബിരിയാണി പോരെ? അളിയാ, കുറച്ച് കാശ് കടം വാങ്ങിച്ചതാ. അതിന്റെ നെല്ലിപ്പല കണ്ടു. ഇവൻ നമുക്ക് മുതലാകത്തില്ലയോ. ഇവന്റെ തന്തയുടെ 5 ലക്ഷം തട്ടുന്നതിന് മുമ്പ് ഇവൻ 6 ലക്ഷം തിന്നു മുടിക്കും. മോനെ, തീറ്റി നിർത്ത്. മോന്റെ വീട്ടിലെ ഫോൺ നമ്പർ എത്ര? എന്റെ വീട്ടിൽ ഫോണില്ല. നീ ആ രാംചന്ദ് ഹീരാലാലിന്റെ മോനല്ലേടാ? അങ്ങേരുടെ വീട്ടിലും കടയിലും കക്കൂസിലും കുളിമുറിലും ഒക്കെ ഫോണാണല്ലോടാ. അത് അച്ഛന്റെ വീട്ടിലാ. അപ്പൊ അമ്മ ആരുടെ കൂടെയാ? അച്ഛനെ അമ്മയെ ഞങ്ങളെ എല്ലാം തല്ലി ഓടിച്ച് വീട്ടിൽ നിന്ന് വേലക്കാരിയെ കല്യാണം കഴിച്ചു. എന്നാ ഇത് തിന്ന് മുടിക്കുന്നതിന് മുമ്പേ പറയായിരുന്നല്ലോടാ. പിന്നെ വെറുതെ അല്ല, തള്ളയും മക്കളും കൂടി തിന്നു മുടിപ്പിച്ചുകൊണ്ടായിരിക്കും സേട്ട് ഉപേക്ഷിച്ചിട്ട് പോയത്. ഇനി ഇരുത്തണ്ട. ഇതെല്ലാം തിന്നു കഴിഞ്ഞവൻ നമ്മളെയും തിന്നും. പടാ. അത് ഇനി വൈ. പോ. ഇനി നമുക്കേ പിള്ളേരോട് സ്നേഹമുള്ള തന്തമാരുടെ പിള്ളേരെ പിടിക്കാം. രാജശേഖരൻ തമ്പിയുടെ സഹോദരി സുഭദ്രാമ തങ്കച്ചിയുടെ മകൻ രവീന്ദ്രൻ തമ്പിയാണ് എന്റെ അച്ഛന്റെ മേൽ കാർ കയറ്റിക്കൊന്നത്. പാവം, ഈ മനുഷ്യനെ അവർ ബലിയോടാക്കിയിരിക്കുകയാണ്. യുവർ ഓണർ, ഇവർ പത്രപ്രവർത്തകയാണ്. സംഭവങ്ങളെ മാറ്റിമറിക്കുവാനും വളച്ചൊടിക്കുവാനും ഇവർക്ക് കഴിയും. ഇവർ പറയുന്നത് മുഴുവൻ അസത്യമാണ്. അല്ല, സത്യമാണ്. നിങ്ങൾ ആരാണ്? രാജശേഖരൻ തമ്പിയുടെ സഹോദരി സുഭദ്രാമ തങ്കച്ചിയുടെ മകൻ രവീന്ദ്രൻ തമ്പി. ശ്രീദേവിയുടെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ ഞാനാണ്. ഞാൻ ചെയ്ത കുറ്റത്തിന് ബഹുമാനപ്പെട്ട കോടതി എന്ത് ശിക്ഷയാണോ വിധിക്കുന്നത് അതനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ലഞ്ചിന് ശേഷം നമുക്ക് മറ്റേ കേസിനെ കുറിച്ച് സംസാരിക്കാം. വരും. എക്സ്ക്യൂസ് മീ. രവി എന്തിനാ കുറ്റം സമ്മതിച്ചത്? ജാമ്യത്തിൽ ഇറങ്ങാനുള്ള ഏർപ്പാടുകൾ ഉടനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് അപ്പീലിന് പോകാം. മാനേജർ, ഇത് കോടതി എനിക്കെന്ന ശിക്ഷയല്ല, ഞാൻ എന്നെ തന്നെ ശിക്ഷിച്ചതാണ്. നീയാണ് എന്നെ കുഴപ്പത്തിൽ ചാടിച്ചത്. വെറുതെ വല്ല പിള്ളേരെയും പിടിച്ചോണ്ടിരുന്നാ മതിയായിരുന്നു. എന്റെ ഐഡിയക്ക് ഇപ്പോഴൊരു കുഴപ്പമില്ല. പെണ്ണുങ്ങളെ പിടിച്ച് ദുബായിലേക്ക് കയറ്റി അയച്ചാ കൈ നിറയെ കാശാ. ഞാൻ പെണ്ണിനെ പിടിച്ചോണ്ട് വന്നല്ലോടെ, എന്നിട്ട് എവിടെ കൈ നിറയെ കാശ്? ഇതെന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നീ പിടിച്ചോണ്ട് വന്ന ഒരു ഭ്രാന്തിയെ അവൾ കിടന്ന് ഒച്ച വെച്ച് ബഹളം കൂട്ടി പോലീസ് വന്ന് നമ്മളെ പിടിച്ച് നമ്മൾ ഇതിനകത്തുമായി. വളരെ സൗകര്യം. ഏതായാലും പുറത്തു കിടന്ന് ഒരു ചായക്കും ബീഡിക്കും തെണ്ടുന്നതിനേക്കാൾ നല്ലതായത്
ഇവിടെ ആവുമ്പോ 3 നേരം മൃഷ്ടാന്ന ഭോജനമെങ്കിലും കിട്ടുമല്ലോ. അതൊരു സൗകര്യമാ. ഇനി യുവന്മാരെ ഇവിടുന്ന് പറഞ്ഞു വിടാതിരിക്കാൻ നമ്മൾ നോക്കിയാ മതി. ആ വാസു, നീ വന്നേ. നിന്നെ എന്തിനാ സർക്കാർ ഇങ്ങനെ വെറുതെ ചോറ് തന്ന് ഇവിടെ തീറ്റി പോറ്റുന്നത്? അതേ, ഞാനിങ്ങനെ പുറത്തു കയറുന്ന ചുറ്റി പിടിച്ചുപറിയും മോഷണവും ഒക്കെ നടത്തി ചീത്തയാവണ്ടെന്ന് കരുതിയിട്ടാ. ആഹാ, ശരി പോ. കൊച്ചു പയ്യൻ, മുടി വളരുന്നതേ ഉള്ളൂ, നല്ലവനാ. അല്ലല്ല, ഇങ്ങനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? ചേടാ, വന്ന് ഇപ്പൊ തെമ്മാടിക്കും കൊലപാതകയ്ക്കും ജയിലിലും കിടക്കാൻ വയ്യ എന്നായല്ലോ. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നല്ലേ ഇപ്പൊ കൊള്ളാവുന്ന കുടുംബക്കാരാ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വയറ്റത്തടിക്കാൻ ഇങ്ങോട്ട് പോന്നേക്ക്. അതാരാ? ആ, സുഭദ്രാമ തങ്കച്ചിയുടെ മകൻ രവീന്ദ്രൻ തമ്പിയാ. അതെയോ? നല്ലവനാ. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്. ആരാണ് എഴുതിയത്? ഞാൻ തന്നെ. എന്റെ മകൻ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി. അതിന് ഇത്രയും ഒച്ചപ്പാടും ബഹളവും വേണമെന്നുണ്ടോ? വേറെ എവിടെയും കാർ ആക്സിഡന്റ് ഉണ്ടായിരുന്നില്ലേ? അതുപോലല്ലിത്. ഇതിനെന്താ ഒരു പ്രത്യേകത? ഓ, മരിച്ചവൻ എന്റെ അച്ഛനായിപ്പോയി അല്ലേ? അത് മാത്രമല്ല, കുറ്റം ഏറ്റെടുക്കാൻ നിങ്ങൾ മറ്റൊരു പാവപ്പെട്ട മനുഷ്യനെ വിലയ്ക്ക് വാങ്ങി. അത് പത്രത്തിനൊരു വാർത്തയാണ്. പത്രത്തിനൊരു വാർത്ത? എന്റെ തറവാടിന്റെ അഭിമാനം നശിപ്പിച്ചിട്ട് വേണം നിനക്ക് പത്രത്തിന് വാർത്ത ഉണ്ടാക്കാൻ അല്ലേ? ഒരു സംഭവം വിവരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാവരെ കുറിച്ച് എഴുതേണ്ടി വരും. എടീ, നിനക്കറിയാമോ? ഐ എം സോറി, എന്റെ പേര് എടീന്നല്ല, ശ്രീദേവി. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും എഴുതുമ്പോൾ ഇവിടുത്തെ പത്രക്കാരുടെ പേന ഞങ്ങളോട് ചോദിക്കാതെ അനങ്ങൂല്ല. അത് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത പേനയായിരിക്കും. ഒരു നിസ്സാര ആക്സിഡന്റ് അല്ലേ നീ ഇത്രയും പെരുപ്പിച്ച് കാണിച്ചത്? എന്താ നിങ്ങൾ പറഞ്ഞത്? നിസ്സാര ആക്സിഡന്റ് എന്നോ? മനുഷ്യന്റെ ജീവൻ നിസ്സാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ നിസ്സാര ആക്സിഡന്റ് കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അച്ഛനെയാണ്. ഈ പത്ര റിപ്പോർട്ടുകൾ ഒരു ക്ഷമാപണത്തോടെ മര്യാദയ്ക്ക് നീ തന്നെ തിരുത്തുന്നതാണ് നല്ലത്. ക്ഷമിക്കണം, പത്രപ്രവർത്തനം സത്യസന്ധമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ പേന ഒരിക്കലും കള്ളം പറയില്ല. ഹലോ മിസ്റ്റർ രാജേന്ദ്രൻ, ഇത് സുഭദ്രാമ തങ്കച്ചിയാണ് സംസാരിക്കുന്നത്. ഹലോ, നമസ്കാരം. സാരമില്ല, ഇരുന്നുകൊണ്ട് സംസാരിക്കൂ. ഓ, എന്താ വിശേഷം? ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ അങ്ങോട്ട് വന്നേക്കാം. വേണ്ട വേണ്ട, അവിടെ ശ്രീദേവി എന്നൊരു പെണ്ണില്ലേ? നിങ്ങളുടെ പത്രത്തിന്റെ ഒരു റിപ്പോർട്ടർ. അതെ, ശ്രീദേവി നല്ല കുട്ടിയാ, വിട്ടുപിടിക്ക് എന്ന് നിങ്ങൾ മാത്രം പറഞ്ഞാ പോരാല്ലോ, ഞാനും കൂടെ തീരുമാനിക്കണ്ടേ? അതല്ലേ, നിങ്ങൾ തന്നെ തീരുമാനിക്കണ്ട. ഇന്നത്തെ പത്രത്തിൽ ഞങ്ങളെ കുറിച്ച് ഒരു വാർത്തയുണ്ടല്ലോ. അയ്യോ, അത് ഞാനിവിടെ ഇല്ലായിരുന്നപ്പോ ശ്രീദേവി അറിയാതെ ചേർത്ത് പോയതാ. ക്ഷമിക്കണം. അങ്ങനെ ഞങ്ങളെ കുറിച്ച് എഴുതുന്നവരെ നിങ്ങളുടെ പത്രത്തിൽ ജോലിക്ക് വെക്കാമോ? പാടില്ല, ക്ഷമിക്കണം. ഞാൻ ഇന്ന് തന്നെ ശ്രീദേവിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടോളാം. ഓ, നിർത്തടാ, അല്ലെങ്കിൽ തന്നെ ഇവിടെ മൂട്ടയുടെയും കൊതുവിന്റെയും കടി കൊണ്ട് കിടക്കാൻ പോയി. അപ്പോഴാ അവരുടെ വളിച്ച ചിരി. അളിയാ, ഞാനൊരു പെണ്ണിനെ സ്വപ്നം കണ്ടു. പെണ്ണിനെ സ്വപ്നം കാണാൻ പറ്റിയ സ്ഥലത്ത് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. കിടന്നുറങ്ങടാ. അല്ല, സാറ് ഉറങ്ങിയില്ലേ? അതെങ്ങനെയാ ഉറക്കം വരുന്നേ? ഇവിടത്തെ കൊതുകിനും മൂട്ടയ്ക്കും 8 മണിക്ക് മുമ്പ് ഇച്ചിരി ചോര കൊടുക്കണം, പിന്നെ ശല്യം ചെയ്യില്ല. അങ്ങനെയാ ഞാൻ ഉറങ്ങുന്നത്. അല്ല, സാറൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചു. നിന്നോടല്ലേ, രവി സാറിനോടാ. സാറേ, ഇത് ജയില. ഏതോ ഒരു പെണ്ണ് കാരണം സുഭദ്രാമ തങ്കച്ചിയുടെ മോൻ ഇവിടെ വരേണ്ട സ്ഥിതി വന്നു. സാറ് കിടന്ന് ഉറങ്ങ്.
കുഞ്ഞ് രാജശേഖരൻ തമ്പി അങ്ങുന്നിന്റെ? അതെ, ഞാൻ അവിടുത്തെയാ, സുഭദ്രാമ്മ തങ്കച്ചിയുടെ മകൻ. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയിരുന്ന കുഞ്ഞാണോ? അല്ല, അത് സുകുമാരൻ തമ്പി. നിങ്ങൾ പറയുന്ന രാജശേഖരൻ തമ്പി അങ്ങുന്നിന്റെ മകന്റെ മകൻ. ഞാൻ രാജശേഖരൻ തമ്പിയുടെ സഹോദരി സുഭദ്രാമ്മ തങ്കച്ചിയുടെ മകൻ. എന്തൊക്കെ ചതിവും വഞ്ചനയാണ് ഈ ലോകത്ത് നടക്കുന്നത്. കുഞ്ഞെ, ഞാൻ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുക. ഒരു പക്ഷേ ഇത്രയും കാലം ജീവിച്ചത് തന്നെ ഇതിനു വേണ്ടിയായിരിക്കണം. രാജശേഖരൻ തമ്പി അങ്ങുന്നതിന്റെ കാലത്തെ ഞാൻ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരനായിരുന്നു. കുഞ്ഞിന്റെ അമ്മ സുഭദ്രാമ്മ തങ്കച്ചിയല്ല. നേരാണോ? അതെ. പിന്നെ ആരാണ് എന്റെ അമ്മ? ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് കുഞ്ഞിനും കുഞ്ഞിന്റെ അച്ഛനും വേണ്ടി ജീവിതം ത്യാഗം ചെയ്തൊരു നിർഭാഗ്യവതി. അപ്പോ എന്റെ അച്ഛൻ? രാജശേഖരൻ തമ്പി അങ്ങുന്നതിന്റെ മകൻ ശങ്കരനാരായണൻ തമ്പി. അദ്ദേഹം വലിയ വാശിക്കാരനായിരുന്നു. അച്ഛനെ ധിക്കരിച്ച് കുഞ്ഞിന്റെ അമ്മയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛനെ കാണാൻ. അച്ഛനോ? ആരാണ് എന്റെ അച്ഛൻ? എനിക്കിങ്ങനെ മകനില്ല. എപ്പോൾ നീ ഇവളെ കയറ്റി താലി കെട്ടിയോ അപ്പോഴേ എന്റെ മകൻ മരിച്ചു. അച്ഛനത് പറയാം, പക്ഷേ എനിക്കെന്റെ അച്ഛനെ അച്ഛനല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്തിന്? ഇവളെ വിവാഹം കഴിച്ചേനോ? തമ്പി, നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ടാണ് ഇവളീ പഠിക്കാത്ത കാല് കുത്തിയത്. അല്ലെങ്കിൽ പിച്ചപാത്രവുമായി പുറത്തു നിൽക്കേണ്ടവളാണ്. അമ്മായി, ഇവളെന്റെ ഭാര്യയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ലടാ. ഇവളെയും കൂട്ടി ഈ വീട്ടിൽ വരാൻ നിനക്ക് അവകാശമില്ല. എന്ന് നീ ഇവളെ ഉപേക്ഷിച്ചിട്ട് വരുന്നു അന്ന് മാത്രമേ എനിക്ക് ഒരു അംഗീകാരമുള്ളൂ. അങ്ങനെ ഒരു അംഗീകാരം എനിക്ക് വേണ്ടച്ഛൻ. എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത പെണ്ണാണ് ഇവൾ. ഒരിക്കലും ഞാൻ ഇവളെ ഉപേക്ഷിക്കില്ല. എങ്കിലും ഇറങ്ങി പോടാ പുറത്ത്. ഏട്ടൻ പറഞ്ഞത് തമ്പി കേട്ടില്ലേ? പോകാൻ പറഞ്ഞാൽ പോകുന്നതല്ലേ നല്ലത്. ഈ സുഭദ്രാമ്മ തങ്കച്ചി ഭയങ്കരിയാണ് കുഞ്ഞെ. അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ച് വിധവയായത്. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വലിയ സ്നേഹത്തിലായിരുന്നു. ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും സുഖവും ദുഃഖവും അവരൊരുമിച്ച് പങ്കിട്ടു. കുഞ്ഞ് ജനിച്ചപ്പോൾ അവർക്ക് എന്ത് നിർബന്ധം കൊണ്ട് ഒരു ദിവസം കുഞ്ഞിന്റെ മുത്തച്ഛൻ ഫാക്ടറി ലോക്കൌട്ട് ചെയ്തു. തൊഴിലാളികൾ സമരത്തിലായി. ആ സമരത്തിന് മുൻപിൽ കുഞ്ഞിന്റെ അച്ഛനും നിൽക്കേണ്ടി വന്നു. ഇൻക്ലാബ് സിന്ദാബാദ്! ലോക്കൌട്ട് പിൻവലിക്കുക! ലോക്കൌട്ട് പിൻവലിക്കുക! ഞങ്ങൾ റോഡ് കടത്തിവിടില്ല. നിങ്ങൾ ബഹളമുണ്ടാക്കാതെ പിരിഞ്ഞു പോകണം. പോകാൻ സാധ്യമല്ല. നിങ്ങൾ പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നിങ്ങൾ ആരെ വിളിച്ചുകൊണ്ട് വന്നാലും ശരി, ഞങ്ങൾ പിരിഞ്ഞു പോവില്ല. ഈ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാമെന്ന് ഉറപ്പ് നൽകാതെ ഈ ഫാക്ടറിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാനോ അകത്തേക്ക് കൊണ്ടുവരുവാനോ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് അവസാനത്തെ തീരുമാനമാണോ? അതെ. എന്താ? ഫാക്ടറി പടിക്കൽ വലിയ ബഹളം. മുന്നിൽ നമ്മളെ കൊച്ചങ്ങന്നാണ്. ലോറി പുറത്തേക്ക് വിടാത്തതുകൊണ്ട് തൊഴിലാളികൾ തമ്മിൽ അടി നടക്കുന്നു. എന്ത് ചെയ്യണമെന്ന് വല്യങ്ങനോട് ചോദിക്കാൻ മാനേജർ പറഞ്ഞയച്ചു. ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് വരാം.
ആര് തടഞ്ഞാലും ലോറി വിട്ടുപോകാൻ ചേട്ടൻ പറഞ്ഞു. അയ്യോ കൊച്ചമ്മേ, വല്യങ്ങുന്നിന്റെ മകൻ കൊച്ചങ്ങുന്നാ മുന്നില്. ലോറി ഇരമ്പിപ്പാഞ്ഞു വരുമ്പോൾ ആരായാലും മാറിക്കൊള്ളും. ഇങ്ങനെ തന്നെ ഞാൻ ചെന്ന് പറയട്ടെ? അങ്ങനെ പറയാനാ ഏട്ടൻ പറഞ്ഞത്. ആര് തടഞ്ഞാലും ലോറി വിട്ട് പോയിക്കോളാനാണ് മുതലാളി പറഞ്ഞേച്ചത്. കുഞ്ഞിന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം കുഞ്ഞിനെയും കുഞ്ഞിന്റെ അമ്മയെയും വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ മുത്തച്ഛൻ തീരുമാനം. ഏതായാലും എനിക്ക് വന്നിട്ടു. അത് താങ്ങാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് അവന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അവന്റെ ഭാര്യ ശാരദ പാവമാണ് സുന്ദരി. അന്ന് ഞാൻ അവളെ ഇവിടെ നിറക്കി വിട്ടു. ഇനി അവൾക്ക് ആരാണുള്ളത്? ഞാനും ഭർത്താവ് മരിച്ച് ഒരു കുഞ്ഞുമായി ഇവിടെ കഴിയുന്നുണ്ടല്ലോ. ഈ അനുകമ്പ ഏട്ടന് എന്നോട് തോന്നുന്നില്ലല്ലോ. ഇവൻ എന്റെ അനന്തരവനാണ്. അവൻ എന്റെ മകന്റെ മകനാണ്. നാളെ ഞാൻ വീണു മരിച്ചാൽ അവന്റെ കണ്ണുകളായിരിക്കും ആദ്യം നിറയുന്നത്. ശാരദയും കുട്ടിയും കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ എന്റെ കൂടെ താമസിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ കാപ്പിയും കൊണ്ട് രാജശേഖരൻ തമ്പി അംഗത്തിന്റെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അങ്ങുന്നേ 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 മാങ്കുളത്ത് വലിയ വീട്ടിൽ രാജശേഖരൻ തമ്പി എഴുതി വെച്ച മരണപത്രം. രാജശേഖരൻ തമ്പീസ് ഇൻഡസ്ട്രീസും എന്റെ പേരുള്ള മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളും ഇന്നു മുതൽ എന്റെ മകൻ ശങ്കരനാരായണൻ തമ്പിയുടെ മകൻ സുകുമാരൻ തമ്പിക്ക് അവകാശപ്പെട്ടതാണ്. മേൽപ്പടി സുകുമാരൻ തമ്പിക്ക് 21 വയസ്സാകുന്നത് വരെ ഈ സ്വത്തുക്കളുടെ കൈകാര്യകർത്തൃത്വം എന്റെ മകന്റെ ഭാര്യയും മേൽപ്പടി സുകുമാരൻ തമ്പിയുടെ മാതാവുമായ ശാരദയിൽ നിക്ഷിപ്തമാണ്. മേൽപ്പടി ശാരദയ്ക്ക് ജീവഹാനിയോ മറ്റോ സംഭവിച്ചാൽ ഈ സ്വത്തുക്കളുടെയും മേൽപ്പടി സുകുമാരൻ തമ്പിയുടെയും സംരക്ഷണ ചുമതല എന്റെ സഹോദരിയും വിധവയുമായ സുഭദ്രാമ്മ തങ്കച്ചി നിർവഹിക്കേണ്ടതാണ്. എന്റെ ചെറുമകൻ മേൽപ്പടി സുകുമാരൻ തമ്പിക്ക് അകാല മരണം സംഭവിച്ചാൽ ഈ സ്വത്തുക്കളെല്ലാം അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന ട്രസ്റ്റിന് ചെന്ന് ചേരേണ്ടതാണ്. കേശവ, എന്താ വെച്ചമ്മേ? ഞാനൊരു കാര്യം പറയും. തിരിച്ചെന്നോട് ഒന്നും ചോദിക്കാൻ പാടില്ല. പക്ഷെ നീ അതനുസരിക്കണം.
ശരി, നീ പൊയ്ക്കോ. പിന്നെ ഒരു വലിയ ചതിയാണ് കുഞ്ഞെ ആ സ്ത്രീ ചെയ്തത്. കുഞ്ഞിന്റെ സ്വത്തുക്കൾ അവരുടെ മകന് കിട്ടുന്നതിന് വേണ്ടി കുഞ്ഞാണെന്നും പറഞ്ഞ് അവരുടെ മകനെ പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. കുഞ്ഞിനെ അവരുടെ മകനായിട്ടും വളർത്തി. മമ്മി, എന്താ? എനിക്ക് വിശക്കുന്നു. അടുക്കളയിൽ ചെന്ന് വേലക്കാരോട് ചോദിക്കും. മമ്മി വന്ന് എടുത്തു തന്നാ മതി. വാ മമ്മി. ഇതൊരു ശല്യമായി പോയല്ലോ. കൊച്ചമ്മേ, കൊച്ചമ്മേ, ഈ സ്വത്തുക്കൾ മുഴുവനും ഈ കുഞ്ഞ് അനുഭവിക്കേണ്ടതാണ്. ഇതിനാണ് ഈ വിധി. എല്ലാം നിങ്ങളുടേതാക്കി തീർക്കാനുള്ള ശ്രമമാണല്ലേ? കൃഷ്ണൻ ഇവിടെ ഒരു വേലക്കാരൻ മാത്രമാണ്. അതെ, പക്ഷേ ഇവിടുത്തെ വല്യങ്ങന്ന് എന്റെ എല്ലാമായിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് എനിക്കിവിടെ ജീവിക്കാനാവില്ല. എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കണം. ആരോടെങ്കിലും ഇതൊന്ന് പറഞ്ഞു തീർക്കണം. കൃഷ്ണ, മോമ, അമ്മ അവൻ ചോറ് തരാം. അവർ ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് ഏറെ നാൾ അവിടെ നിൽക്കാൻ എന്റെ മനസ്സനുവദിച്ചില്ല. ഞാൻ എതിർത്തു. എന്നെയും കൊല്ലാൻ അവർ ശ്രമിച്ചു. ഭാഗ്യത്തിന് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇപ്പോഴും ഞാൻ മരിച്ചെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. വിധി എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. താങ്ക് യു. സ്വപ്നെ, ഞാൻ വലിയൊരു പ്ലാൻ ആസൂത്രണം ചെയ്യുകയാണ്. വല്ല പ്രയോജനമുള്ള പ്ലാനാണോ ചേട്ടാ? നീയൊന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ സുഭദ്രാമ തങ്കച്ചിയുടെ സ്വത്തെല്ലാം കൈക്കലാക്കാൻ കഴിയും. റിയലി? യെസ്. ആ സ്വത്തിന്റെ യഥാർത്ഥ അവകാശി മിസ്റ്റർ സുകുമാരൻ തമ്പി ഇംഗ്ലണ്ടിൽ നിന്നും വരികയാണ്. അയാളുടെ മുൻപിൽ നീ നൃത്തം ചെയ്യണം. നിന്റെ മാതകത്വം നിറഞ്ഞ ചലനങ്ങൾ കൊണ്ട് അയാളെ മയക്കണം. അതെങ്ങനെയാ? ഞാൻ രവി ഇവിടെ നാട്ടി ഓടിച്ചതല്ലേ? അത് സാരമില്ല സ്വപ്നെ, അവനിപ്പോ ജയിലിലല്ലേ. കൂടാതെ സുഭദ്രാമ തങ്കച്ചി എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാനിപ്പോ ഫോൺ ചെയ്യാം. യെസ്, സുഭദ്രാമ തങ്കച്ചി ഹിയർ. ഗുഡ് മോർണിംഗ്, ഞാൻ ശേഖറാണ്. ഓ, മിസ്റ്റർ ശേഖർ, എന്താ വിശേഷം? മിസ്റ്റർ തമ്പി നാളെ എത്തുകയല്ലേ? നമുക്ക് അദ്ദേഹത്തിന് ഒരു ഗ്രാൻഡ് റിസപ്ഷൻ കൊടുക്കണ്ടേ? അതൊക്കെ വേണോ മിസ്റ്റർ ശേഖർ? വേണം വേണം, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഓക്കെ, ആസ് യു പ്ലീസ്. താങ്ക് യു. നമ്മുടെ പ്ലാൻ സക്സസ്. അളിയോ, നീ എന്താ അങ്ങനെ ഇരിക്കുന്നത്? വല്ലവരും ചത്തോ? നമ്മുടെ രവി ഇന്ന് ജയിലിൽ നിന്ന് പോവല്ലേ എളിയ? അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? നമ്മള് സ്വന്തം സഹോദരങ്ങളെ പോലെ ഇവിടെ കഴിഞ്ഞവരല്ലേ? അതിനെന്താടാ, പുറത്തു പോയാൽ ഇതേപോലെ തന്നെ കഴിയാമല്ലോ. ഞാൻ പോട്ടെ. ഞങ്ങളും പുറത്തു വരാനുള്ള സമയമായി. വഴിക്ക് വെച്ച് എവിടെയെങ്കിലും കണ്ടാൽ ഒന്നും മിണ്ടെങ്കിലും ചെയ്യണേ. നിങ്ങളെയൊക്കെ മറക്കാൻ എനിക്ക് കഴിയുമോ? ജയിലിൽ നിന്ന് വരുമ്പോൾ ഓഫീസിൽ വന്ന് എന്നെ കാണണം. ഫാക്ടറിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാം. അത് മതി. മര്യാദയ്ക്ക് ജീവിക്കാമല്ലോ. ഞാൻ പോട്ടെ. ഈ സമയമായി. ഞാൻ പോകുന്നു ചേട്ടാ. ശരി, കുഞ്ഞു പോ. കുഞ്ഞിന്റെ അച്ഛന് വന്ന വിധി കുഞ്ഞിനുണ്ടാവാതെ സൂക്ഷിക്കണം. ആ സ്ത്രീ ഭയങ്കരിയാണ്.
വരും മോനെ. ആ, ഈസ് മിസ്റ്റർ Hello. ശേഖർ, മഹാരാജാസ് I'm Shekhar. ക്ലബിന്റെ പ്രസിഡന്റ്. And also your well-wisher. Thank you. അത് നമ്മുടെ മാനേജർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു സുദിനമാണ്. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയിരുന്ന എന്റെ ജ്യേഷ്ഠന്റെ ചെറുമകൻ മിസ്റ്റർ സുകുമാരൻ തമ്പിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്ന് വരെ തമ്പീസ് ഇൻഡസ്ട്രീസിന്റെയും എല്ലാ സ്വത്തുക്കളുടെയും ചുമതല എനിക്കായിരുന്നു. ഞാനത് മിസ്റ്റർ സുകുമാരൻ തമ്പിയെ മടക്കി ഏൽപ്പിക്കുന്നു. ഈ സുദിനം നമുക്ക് ആഘോഷിക്കാം. വരൂ. Andy, who is this gentleman? ഇത് രവി, എന്റെ മകനാണ്. Hello. അങ്ങനെയാണ് പറയുന്നത്. Anyway, we are lucky. നിങ്ങളെ സ്നേഹിക്കാൻ അമ്മയുണ്ടല്ലോ. ഗോവിന്ദ, ഞാനത് നിർത്തി. മേലാൽ എന്റെ മുമ്പിൽ ഇത് കൊണ്ടുവരരുത്. Hey, don't waste it. Come on. ഇത് കളയാനുള്ളതല്ല. It's a part of my life. നമ്മളിടുന്ന എല്ലാ പരിപാടിയും തകരുകയാണല്ലോ ശേഖർ. അങ്ങനെ തീരുമാനിക്കാറായിട്ടില്ല. ആ രവി പെട്ടെന്ന് കയറി വന്നതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. ശേഖർ, അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. നീ നോക്കിക്കോ, ഇന്ന് ഇമ്പാല കാറിൽ കറങ്ങുന്ന അവനെ നാളെ ഞാൻ തെരുവിൽ പിച്ചയെടുപ്പിക്കും. അതിനൊരു മാർഗമുണ്ട്. എന്താണത്? സുഗുവിനെ നമുക്കൊരു കരുവാക്കി മാറ്റണം. അയാൾക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാളെ എങ്ങനെയെങ്കിലും കറക്കി ഞാനിവിടെ കൊണ്ടുവരും. ബാക്കി കാര്യം ഞാൻ ഏറ്റു ശേഖർ. സുഗു, സുഗു. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. ആന്റി എന്തിനാ എനിക്ക് കാപ്പി കൊണ്ടുവന്ന്? എത്ര കാലമായി നീ എന്റെ കൈ കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട്? ആന്റി എന്നെ എന്തിനാ സൂക്ഷിച്ചു നോക്കുന്നത്? ഒന്നുമില്ല, ചെറുപ്പത്തിലേ കണ്ടതല്ലേ. എത്ര വർഷമായി നീ എങ്ങനെ വളർന്നു പോയി. അന്ന് നിന്നെ ബോർഡിങ്ങിൽ കൊണ്ട് ചേർത്തിട്ട് അന്ന് മുതൽ ഇന്ന് വരെ നീ എന്ന് വരുമെന്ന് ഓർത്ത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എന്തുമാത്രം വേദനിച്ചു. എന്നും എപ്പോഴും നിന്നെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമായിരുന്നു എനിക്ക്. സുഗു, സുഗു എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നു? Why should I? ഞാൻ എന്തിനാ ആന്റിയെ പറ്റി ഓർക്കുന്നത്? എനിക്കൊരു അമ്മയില്ലല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിക്കുമായിരുന്നു. സുഗു ഇന്നലെ വല്ലാതെ കുടിച്ചിരുന്നു. ഇങ്ങനെ കുടിക്കരുത് കുഞ്ഞെ. അത് സാരമില്ല മമ്മി, ഞാൻ എത്രയോ കുടിച്ചിരിക്കുന്നു. ശീലിച്ചു പോയതല്ലേ, നീ അത് മാറ്റാൻ ഒക്കുമോ? എന്നെ ശാസിക്കാനും ഉപദേശിക്കാനും എനിക്കൊരു അമ്മ ഇല്ലാതായി പോയല്ലോ. ഞാനില്ലേ? അയ്യോ, അപ്പൊ എനിക്കോ? എന്തൊക്കെയായാലും മമ്മിക്ക് സുഖിന്റെ പെറ്റമ്മയാ സാധിക്കില്ല, ഇല്ലേ മമ്മി? യു ആർ കറക്റ്റ്. രവി പറയുന്നതാണ് സത്യം. ആന്റിക്ക് ഒരിക്കലും എന്റെ പെറ്റമ്മയുടെ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല. ലക്ഷ്മി, ചൂടുള്ള ആ ദോശ ഇങ്ങ് കൊണ്ടുവരൂ. ഇഡ്ഡലിയും വേണം. പിന്നെ മുട്ട ശരിയാക്കി വെച്ചിട്ടുണ്ട്, അതും ഇങ്ങ് വേണം. വേഗം വേണം. What all this nonsense? നിങ്ങൾ എന്തിനാ ബഹളം വെക്കുന്നത്? ഗുഡ് മോർണിംഗ് സു. ഗുഡ് മോർണിംഗ് മമ്മി. ആ പുസ്തക വായനയിൽ വലിയ ഇൻട്രസ്റ്റ് ആണല്ലേ? See,
ദിസ് ബുക്ക് ഈസ് അബൌട്ട് പെയിന്റിംഗ്. ഞാൻ ഒരുമാതിരിയൊക്കെ വരയ്ക്കുകയും ചെയ്യും. ഈ ചിത്രം കണ്ടോ? ദിസ് ഈസ് ഒറിജിനൽ. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടാൽ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ആയി തിരിച്ചറിയാൻ പറ്റില്ല. ഫോറിനിൽ അത്ര സമർത്ഥരായ ആർട്ടിസ്റ്റുകളാണുള്ളത്. അവിടെ ഒറിജിനൽ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി മാറ്റുന്നത്? ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ആക്കി മാറ്റുന്നവരാണുള്ളത്, അല്ലേ മമ്മി? വാട്ട് ആർ ഡൂയിങ് ആന്റി? നിങ്ങൾ കൈ കൊണ്ടെടുത്ത് വെക്കുന്നത് എന്തെങ്കിലും രോഗം പിടിക്കും. എന്തിനാ ഫോർക്ക് സ്പൂണൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും കൈ കൊണ്ട് വരാതെ മുറിലേക്ക് കൊടുത്തയക്കും. മമ്മി എന്താ മമ്മി? അവൻ പോയെങ്കിൽ പോട്ടല്ലേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. മമ്മി മമ്മിയുടെ കൈ കൊണ്ട് എനിക്കെടുത്ത് വെച്ചാ ഞാൻ കഴിക്കാം. എന്താ ആലോചിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും രോഗം വരുമെന്നോ? മമ്മിയുടെ കൈ കൊണ്ട് എടുത്തു എനിക്ക് എന്തെങ്കിലും രോഗം വരികയാണെങ്കിൽ വരട്ടെ, ഞാൻ സഹിച്ചോളാം. എന്തു വേണം? ശ്രീദേവി ഇല്ലേ? ഉണ്ട്. അവരോടൊപ്പം സംസാരിക്കാനുണ്ട്. വരൂ. ഇരിക്ക്. മോളെ ശ്രീദേവി, എന്തു വേണം? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എനിക്ക് കേൾക്കണമെന്നില്ല. പ്ലീസ് ദേഷ്യപ്പെടരുത്. നിങ്ങളോട് ദേഷ്യപ്പെടാൻ ഞാനാരാ? ഞാൻ കാരണമാണല്ലോ ശ്രീദേവിയുടെ അച്ഛൻ മരിച്ചത്. ആ ഓർമ്മയെങ്കിലും നിങ്ങൾക്കുണ്ടല്ലോ. സാധാരണ പണക്കാർക്ക് അതുണ്ടാവാറില്ല. ഞാനൊരു പണക്കാരനായിട്ടല്ല വന്നിരിക്കുന്നത്, ചെയ്ത തെറ്റിന് മാപ്പി ചോദിക്കാൻ. ഞാൻ കാരണം ശ്രീദേവിയുടെ ജോലി പോയെന്നറിഞ്ഞു. അതിന് നിങ്ങൾ വിഷമിക്കണമെന്നില്ല. ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ശ്രീദേവി വീണ്ടും ആ പത്രം ഓഫീസിൽ ജോലിക്ക് പോകണം. നിങ്ങൾ പറയുമ്പോൾ ജോലിക്ക് പോകാനും നിങ്ങളുടെ അമ്മ പറയുമ്പോൾ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാനും ഞാനെന്താ നിങ്ങളുടെ കളിപ്പാവയാണോ? ക്ഷമിക്കണം, ആ ഉദ്ദേശത്തോടെയല്ല ഞാൻ പറഞ്ഞത്. ശ്രീദേവി വീണ്ടും ജോലിയിൽ പ്രവേശിച്ചാൽ എന്നോട് ക്ഷമിച്ചു എന്നെനിക്ക് ആശ്വസിക്കാം. ഞാൻ ഇറങ്ങുന്നു. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ആ പയ്യന്റെ സ്വഭാവം ആപ്പാട് മാറിപ്പോയെന്ന് തോന്നുന്നു, ഇല്ലേ മോളെ? അന്ന് മമ്മി പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രീദേവിയെ പിരിച്ചുവിട്ടു. ഇപ്പോൾ ഞാൻ പറയുന്നു അവരെ തിരിച്ചെടുക്കണമെന്ന്. അല്ലെങ്കിൽ തനിക്ക് പരസ്യമില്ല. അയ്യോ വേണ്ട സാർ, അതൊന്നും വേണ്ട സാർ. ഞാൻ ശ്രീദേവി വിളിച്ച് ഇപ്പൊ തന്നെ ജോലി കൊടുക്കാം. ശ്രീദേവി വീട്ടിലാണ്. ഫോർമാൻ വിളിച്ച് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞേക്കാം. അതാതെനിക്ക് നല്ലത്. ഞാൻ വരാം. ഓ മനസ്സിലായോ? അന്ന് അമ്മ പറഞ്ഞു ഇടത്തോട്ട് ചായ, ഞാൻ ചാഞ്ഞു. ഇന്ന് മകൻ പറഞ്ഞു വലത്തോട്ട് ചായ, ഞാൻ ചാഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞാഞ്ഞ് ഞാൻ അടിതെച്ച് വിടാച്ചാ മതിയായിരുന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മേഡം. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ സുകുമാരൻ തമ്പി, വിദേശത്തിൽ നിന്നും വന്ന് ഈ ഫാക്ടറിയുടെയും മറ്റു സ്വത്തുക്കളുടെയും ചുമതല ഏറ്റെടുത്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും കാലം നിങ്ങൾ എനിക്ക് തന്ന സഹായ സഹകരണങ്ങൾ മിസ്റ്റർ സുകുമാരൻ തമ്പിക്കും കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരും, നമുക്ക് അകത്തേക്ക് പോവാം. ഹലോ മമ്മി, കം കം കം, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഇന്ന് സുകുമാരൻ തമ്പി ഇവിടെ വന്ന് ചാർജ് എടുക്കുന്ന വിവരം നിനക്ക് അറിഞ്ഞൂടെ? അറിയാം. പിന്നെന്തിനാണ് നീ ഇവിടെ വന്നത്? ഇത് സുകുമാരൻ തമ്പി ഇരിക്കേണ്ട കസേരയാണ്. അയ്യോ മമ്മി, മമ്മി അല്ലേ എന്നോട് പറഞ്ഞത് ഇന്ന് സുകുമാരൻ തമ്പി ഓഫീസിൽ വരും,
അതുകൊണ്ട് നേരത്തെ ചെന്നാ കസേര ഇരിക്കണമെന്ന് എന്താ രവി പറയുന്നത്? ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്, മുഴുവൻ നുണയാണ്. നുണയോ? അല്ല സുഖു, ഇവരെന്റെ പെറ്റമ്മയല്ലേ, ഇവരെ കുറിച്ച് ഞാൻ കള്ളം പറയൂ? രവി, സുഖുവിന്റെ മുമ്പിൽ വെച്ച് എങ്ങനെയാണ് കുറ്റം സമ്മതിക്കേണ്ടതെന്ന് ആലോചിക്കുകയായിരിക്കും, അല്ലേ മമ്മി? സുഖു, ഈ ഫാക്ടറി സ്വത്തുക്കളെല്ലാം നിന്റേതാണ്. നിന്റെ മുത്തശ്ശൻ നിന്റെ പേർക്ക് എഴുതി വെച്ചതാണ്. ആ, ഇപ്പോഴാ ഓർമ്മ വന്നത്. മമ്മി സുഖുവിന്റെ മുത്തച്ഛന്റെ സഹോദരിയായിട്ടും നമുക്കൊന്നും തന്നില്ലല്ലോ, എല്ലാം സുഖുവിന്റെ പേർക്കല്ലേ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ മമ്മിയല്ലേ എന്നോട് പറഞ്ഞത്? സുഖു, ഇവനെന്റെ ഭ്രാന്ത് പറയാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. മുത്തച്ഛൻ ദിവ്യയുടെ പേർ കൂടി എന്തെങ്കിലും എഴുതി വെക്കേണ്ടായിരുന്നു. ആണ്ടിക്ക് മകനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇത്രയും കാലം ഫാക്ടറിയും മറ്റും ദിവ്യയിലെ നോക്കി നടത്തിയത്. ലെറ്റ് ഹിം കണ്ടിന്യൂ. ഓക്കെ രവി? ഓക്കെ, സെയിം. എന്തിനാടാ സുഖുവിനോട് നീ ഇങ്ങനെ കള്ളം പറഞ്ഞത്? മമ്മി, ഇത് എനിക്ക് മമ്മിയുടെ മോന് പ്രയോജനമുള്ളതല്ലേ. സ്വത്തും പണവും സ്വന്തം മക്കൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി ഓരോ അമ്മമാർ എന്തെല്ലാം ചതിവുകളാണ് ഈ ലോകത്ത് ചെയ്യുന്നത്, അല്ലേ മമ്മി? എന്തായത്? ഫോറിനാ. കുടിക്കാനത് ബാറല്ല, ഓഫീസാണ്. ഔട്ട് എന്ന് പറഞ്ഞ ഇറങ്ങി പോടാ. ഇങ്ങോട്ട് പോയ കേശനോട് വരാൻ പറയൂ. എനിക്ക് ഓഫീസിൽ എന്താ പണി? ടെലിഫോൺ സൊള്ളുന്നു. 3 ദിവസത്തിനകം അക്കൗണ്ട് സെറ്റ് ചെയ്തിരിക്കണം. അതർവൈസ് ഐ വിൽ ത്രോ യു ഔട്ട്. പോയി ഡോറിനോട് വരാൻ പറയൂ. യെസ് സർ. ഇത് ക്രിക്കറ്റ് കമന്ററി കേൾക്കാനുള്ള സ്ഥലമല്ല. മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ തന്നെ പന്ത് ഉറക്കി ഞാൻ സ്റ്റേഡിയത്തിലേക്കും. പോയി ടൈപ്പിസ്റ്റ് വരാൻ പറയൂ. ഇത് ജോബ് ടൈപ്പിംഗ് സെന്റർ അല്ല, ഓഫീസ്. പേഴ്സണൽ വർക്കൊന്നും ഓഫീസ് ടൈപ്പ് റൈറ്റിൽ അടിക്കരുത്. ഓക്കെ? ആ പേഴ്സണോട് വരാൻ പറയൂ. മേക്കപ്പ് ഒക്കെ വീട്ടിൽ വെച്ച് ചെയ്യണം, ഓഫീസിലല്ല. ഓക്കെ സാർ. ലവ് മേക്കിങ്ങിന് പാർക്കിലോ ബീച്ചിലോ ഇടം കണ്ടെത്തണം, നോട്ട് ഇൻ ദ ഓഫീസ്. സോറി സാർ. പോയി മോഹനോട് വരാൻ പറയൂ. ഓ, ഇനി മേലാർത്താൻ പെമ്പിള്ളാരോട് ചൊല്ലുന്ന കണ്ടാൽ പോയി കൃഷ്ണമൂർത്തി വരാൻ പറയൂ. അയ്യോ, കോപ്പിട്ടോളാക്കും. പാട്ട് കച്ചേരിയൊക്കെ ഉത്സവപ്പറമ്പിൽ, ഓഫീസിലല്ല. അണ്ടർസ്റ്റാൻഡ്? ശരി സാർ. മേലാൽ താൻ ഇവിടുന്ന് പാടുന്ന കേട്ടാൽ തന്റെ നാവ് ഞാൻ പിടിച്ചു കളയും. ശരി സാർ. മണിക്കൂർ കാമുകൻ സ്നേഹിച്ച പെണ്ണിന്റെ അമ്മയുമായി കടന്നു കളയാൻ ശ്രമിച്ചു. കാമുകി പരാമർ കുടിച്ചു മരിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ ശ്രീദേവി വിളിപ്പിച്ചത്. ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. അന്ന് സുഭദ്രാമ്മ തങ്കച്ചി പറഞ്ഞപ്പോൾ എന്നെ പിരിച്ചുവിട്ടു. ഇന്നവരുടെ മകൻ പറഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു. ഇതൊക്കെ ശ്രീദേവി എങ്ങനെ അറിഞ്ഞു? ഞാൻ എങ്ങനെ അറിയട്ടെ? പക്ഷേ ഇവിടെ ജോലി ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അയ്യോ, ശ്രീദേവി ചതിക്കില്ലേ? 13 പിള്ളേര് 3 ഭാര്യമാരുള്ളവരാണ് ഞാൻ. എന്നെ ഫുട്പാത്തിലാക്കല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് അക്രമം എഴുതാൻ പറഞ്ഞാലും അത് ഞാൻ ചെയ്യണം. വേണ്ട വേണ്ട, ഇനി നമ്മുടെ പത്രത്തില് സത്യത്തിനെതിരായി ഒരു ന്യൂസ് എഴുതില്ല. നീ അങ്ങനെ വല്ല എഴുതിയ രവീന്ദ്രൻ നമ്പി എന്നെ വകവരുത്തെന്ന് പറഞ്ഞിട്ടാണ് പോയത്. നേരാണേ പറയുന്നത്? സത്യാണ്. എന്റെ 3 ഭാര്യമാരാണ്, സത്യാണ്. എന്റെ പൊന്നു ശ്രീദേവി, ചതിക്കരുത്. എങ്കിൽ ഞാനിവിടെ ജോലി ചെയ്യാം. സൂക്ഷിച്ചു പോയിക്കോളൂ. ബെഞ്ച്, സ്റ്റൂൾ.
താങ്ക് യു. സ്വപ്നെ, സ്വപ്നെ. ഇദ്ദേഹം മിസ്റ്റർ സുഗു. ഹലോ. ഇത് സ്വപ്ന. ഹലോ. ഇവരെല്ലാം വലിയ പണക്കാരല്ലേ? അതുകൊണ്ടല്ലേ നമ്മളെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചത്? ഐ ആം സോറി. അന്ന് നടന്ന സംഭവത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാനിപ്പോ വരാം. ഓക്കെ. ഓക്കെ. ബ്യൂട്ടിഫുൾ. എനിക്ക് സ്വപ്നം വളരെ ഇഷ്ടപ്പെട്ടു. സുഖ കള്ളം പറയല്ലേ? വൈ ഷുഡ് ഐ? എന്നാൽ അന്ന് പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് സുഖന് വളരെ ഇഷ്ടപ്പെട്ടു. റിയലി? then I am lucky. കേട്ടോ മിസ്റ്റർ സുഗു, അന്ന് പാർട്ടിയിൽ വെച്ച് കണ്ടതിന് ശേഷം സ്വപ്നയ്ക്ക് എപ്പോഴും നിങ്ങളുടെ വിചാരം മാത്രമേ ഉള്ളൂ. വെൽ, മിസ് സ്വപ്നയ്ക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ഇവിടുത്തെ ഒരു നിത്യ സന്ദർശകനായേക്കാം. താങ്ക് യു. പണ്ട് ഞാൻ ആർക്കു വേണ്ടിയും വേദനിച്ചിട്ടില്ല. ഞാൻ സ്നേഹം കൊടുത്തപ്പോഴൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയത് ചതിയും വഞ്ചനയും മാത്രമാണ്. ഇതിനു മുൻപ് എത്ര പെൺകുട്ടികളോട് രവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഒരാളോട് മാത്രം. സ്വപ്ന. അവളെ സ്നേഹിച്ചതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ശ്രീദേവിയാണ് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയത്. ശ്രീദേവി വീണ്ടും ജോലിക്ക് പോയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രവി, നമ്മുടെ ഈ ബന്ധം രവിയുടെ അമ്മ അറിഞ്ഞാൽ? ആരെ വെറുത്താലും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ശ്രീദേവി മാത്രം എന്നും എൻ്റെ കൂടെ കാണണം. സുഖു, എപ്പോഴും നീ ഇങ്ങനെ കുടിക്കരുത്. എന്ത് ചെയ്യാനാ ആണ്ടി, ഞാൻ ശീലിച്ചു പോയി. നിന്റെ സ്വത്തുക്കൾ നോക്കി നടത്തേണ്ട ചുമതല നിന്റേതാണ്. ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. കാര്യങ്ങൾ എന്റെ മോനെ ഏൽപ്പിച്ചാൽ അവൻ നിന്റെ സ്വത്തുക്കൾ നശിപ്പിക്കുകയുള്ളൂ. വാട്ട് ദ ഹെൽ ഇസ് ദിസ് ആണ്ടി? എന്താ ഇത്? നിങ്ങൾക്ക് എപ്പോഴും പണം, സ്വത്ത്, ബിസിനസ്, ഇതല്ലാതെ വേറെ ഒരു ചിന്തയില്ലേ? ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഗോ പ്ലീസ്, ഗോ അവേ. ഇത് തന്നെയാണോ ഫാക്ടറി? അതെ, ഇപ്പൊ കിടക്കാനോ കവച്ചു വെച്ചോ. അല്ലെങ്കിൽ വേണം താഴെ പോവാ. കിളവനാണെങ്കിലും നല്ല ആരോഗ്യമുണ്ടല്ലോ. എന്തോ ഇയാളെ പോലെ പോലീസിന് പെൻഷൻ പറ്റുമെന്നായിരിക്കും. ആഴ്ച ബംഗ്ലാവിന് പെൻഷൻ പറ്റിയതായിരിക്കും. അമ്മവാ, ഞാൻ നിന്റെ അമ്മാവനാണോ? അല്ല പിന്നെ അച്ഛനെ വിളിക്കാൻ ഒക്കുവോ? ഡാനിയ, നീ പോയി ഇതിന്റെ മുതലാളി രവീന്ദ്രൻ തമ്പിയോട് പറ, ഞങ്ങൾ രണ്ടുപേര് കാണാൻ വന്നിരിക്കുന്നു. അങ്ങനെ ഓടി വന്ന് ഞങ്ങളെ സ്വീകരിച്ചോണ്ട് പോകുന്നത് നിനക്ക് കാണാം. ആട്ടെ, ചേട്ടന്മാർ എവിടുന്ന? ഞങ്ങള് ചെയ്യുന്ന. എന്താ മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾ കള്ളന്മാരാണല്ലേ? അതെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമസ്കാരം സാർ. നല്ല ആളെ കണ്ടിട്ട് അറിയുന്നില്ലല്ലോ സാർ. ഇതെന്ത് സൂത്രം? നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല കപ്പൽ പോലത്തെ കാർ. എവിടെ നിന്ന് ഓട്ടിച്ചതാ? ദീർഘത്തിനും പറയാതെ നിന്റെ കൊനിഷ്ഠ ബുദ്ധി ഇതുവരെ കളഞ്ഞില്ലേ? സാറ് ഞങ്ങൾക്ക് ജോലി വരാന്ന് പറഞ്ഞിട്ട് അതിനെന്താ തരാമല്ലോ. എപ്പ തരും? എപ്പോ വേണം? ഇപ്പൊ വേണം. ശരി വാ. ശരി. ഓ പൊക്കടോ. ശരി. ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ ആരാണെന്ന്? അയ്യോ അയ്യോ, ഇതിന്റെ സാക്ഷ്യം എവിടെ? ഇതാ തുറക്കാൻ. എങ്ങനെയാണല്ലേ? എന്തൊരു തണുപ്പ്. സുഗു, ആ തള്ളയും മകനും കൂടെ ചേർന്ന് നിങ്ങളെയും നിങ്ങളുടെ സ്വത്തുക്കളെയും നശിപ്പിക്കും. നോ മിസ്റ്റർ ശേഖർ, ആണ്ടിക്ക് എന്നോട് അതിര് കവിഞ്ഞ സ്നേഹമാണുള്ളത്. മിസ്റ്റർ രവിക്കും അങ്ങനെ തന്നെയാണെന്നാ തോന്നുന്നത്. അതെല്ലാം
വെറും അഭിനയാണ് സുഖു. അതെ സുഖു, വേണ്ടി വന്നാൽ നിങ്ങളെ കൊല്ലാനും അവർ മടിക്കില്ല. നിങ്ങളെയും നിങ്ങളുടെ സ്വത്തുക്കളെയും സംരക്ഷിക്കാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. എന്താണത്? മിസ്റ്റർ ശേഖറെ നിങ്ങളുടെ ഓഫീസ് മാനേജരായി നിയമിക്കുക. എല്ലാ ഹെറ്റിക്കും ഒന്നിച്ചങ്ങനെ അച്ചടിച്ചു വെച്ചിരിക്കുക, ഫുൾ സ്റ്റോപ്പും കോമയൊന്നും ഇല്ലാതെ. അതെ സാർ. എടാ നിന്നൊക്കെ ജോലിക്ക് വെച്ച എല്ലാവരും ചവിട്ടാൻ. ശരിയാ സാർ. ശരിയായി സാറിന്. ഇവൻ ആരുടവൻ? നോക്കണോ, നോക്ക് നോക്ക്. വർദ്ധിച്ച ജലക്ഷാമത്തെ തുടർന്ന് പോലീസുകാരൻ ഇരട്ട പ്രസവിച്ചു. അയ്യോ, തെറ്റിപ്പോയതാ സാർ. അപ്പൊ ഒരെണ്ണത്തിനായിരിക്കും പ്രസവിച്ചത് അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കമ്പോസ്റ്റ് മതി. ഇനി വീട്ടിൽ പോയിരുന്നിട്ട് കമ്പോസ്റ്റോ. നീ ഇവിടെ ഇങ്ങനെ തുറന്നു പോയാലേ ഞാൻ ചിലപ്പോ ആപ്പിലായി പോ. അതുകൊണ്ട് നടന്നോ, അതാ ഗേറ്റ്. ആ മെല്ലെ നടന്നോ. അപ്പാ 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 അപ്പാ. സുഗു, നിനക്കൊന്നും തോന്നരുത്. ഓഫീസിലൊന്ന് പോയിക്കൂടെ? തൊഴിലാളികളും സ്റ്റാഫുമായിട്ടൊക്കെ ഒരു ബന്ധം വേണ്ടേ? നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനല്ലേ ആണ്ടി രവി അവിടെ ഉള്ളത്? അവൻ അവിടെ ഉള്ളതാണ് എനിക്ക് ഭയം. എന്തിനാ ഭയപ്പെടുന്നത്? അവന്റെ പോക്ക് അത്ര നല്ലതല്ല. ജയിലിൽ നിന്നും വന്ന രണ്ടുപേർക്ക് അവൻ ജോലി കൊടുത്തെന്ന് കേട്ടു. ഇതൊന്നും വളരാൻ അനുവദിക്കരുത്. മിസ്റ്റർ ശേഖറെ നിങ്ങളുടെ ഓഫീസ് മാനേജരായി നിയമിക്കുക. Well, then we will do one thing, ആണ്ടി. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ഓഫീസ് കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാം. എനിക്ക് വലിയൊരു ഹൃദയമുണ്ട്. അതിനകത്ത് ഒരു കൊച്ചു പൂജാമുറിയുമുണ്ട്. അവിടെ വെച്ച് പൂജിക്കാൻ ഞാൻ ഒരു ദേവിയെ അന്വേഷിച്ചടക്കുകയായിരുന്നു. എന്നിട്ട് കിട്ടിയോ? എഴുന്നേൽക്കണോ? ആ നിങ്ങളോടല്ലേ? എഴുന്നേൽക്കണോ? ഞാനേ ഇരുത്തി ഇന്റർവ്യൂ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. കമ്പോസിറ്റർ ജോലിക്ക് ഒരാളെ വേണമെന്നാണല്ലോ പരസ്യം ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് സാറേ. രണ്ട് ശരീരത്തിനും കൂടി ഒറ്റ ഉടൽ. ഒരു പ്രേതകഥയുടെ പ്രതീതിയുണ്ട്. വാർത്ത എഴുതാൻ കൊള്ളാം. പ്രീവിയസ് എക്സ്പീരിയൻസ്? ഏതെല്ലാം പത്ര ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്? സൺഡേ, മൺഡേ, അഗ്നി, തീപ്പൊരി, വെള്ളം, മണ്ണ്, പുല്ല്. നിർത്തോ, നിർത്ത്. ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിട്ടുണ്ട്? സൺഡേയിൽ ഗ്രൈൻഡർ, മൺഡേയിൽ വൈൻഡർ, അഗ്നിയിൽ വിറകേട്ട. എന്താ എടോ സപ്പോസിങ്ങിന്? അയ്യേ, എനിക്ക് തെറ്റില്ല. എടോ കമ്പോസിങ്ങിനെ പറ്റി വല്ല അറിയാമോന്ന് ചോദിച്ചു. അല്ലയോ, ചോദിച്ചു കേട്ടില്ലേ? കമ്പോസിങ്ങിനെ കുറിച്ച് വല്ല അറിയാവോന്ന്? അറിയാവോന്ന്? നമ്മുടെ ഐവാൻ സിംഗിന്റെ ചേട്ടൻ. തെറ്റിപ്പോയി. ഐവാൻ സിംഗിന്റെ ചേട്ടനല്ല. എന്നാ അനിയൻ. ശരിയാ, അനിയനല്ല, അബ്ബായി. ജോലിക്ക് വന്നിരിക്കുന്നു. പോയി വേണ്ട പുറത്ത്. ഡോഡോ, ഞങ്ങൾ ജോലി അന്വേഷിച്ച് വന്നവരല്ല. പിന്നെ ഞങ്ങൾ രാജശേഖരൻ തമ്പീസ് ബാക്കി നീ പറ. ഇൻഡസ്ട്രീസിന്റെ പരസ്യകലാ വിഭാഗത്തിലെ സുപ്രധാന ജോലിക്കാരാ. അയ്യോ, നമസ്കാരം നമസ്കാരം. അയ്യോ, അറിയാതെ പറഞ്ഞു. ക്ഷമിക്കണം കേട്ടോ, ക്ഷമിക്കാം. അവിടെ ഇരുന്നോട്ടെ. കുടിക്കാനല്ല അയ്യോ അങ്ങോട്ട് വരൂ. അയ്യവാൻ തൽക്കാലം ഒന്നും വേണ്ട, താമസിയാതെ വേണ്ടി വരും. അപ്പൊ ഇപ്പം കൊണ്ട് വരാനുള്ള കാരണം? കഴിഞ്ഞ മാസം ഞങ്ങൾ തന്ന പരസ്യത്തിന്റെ ചാർജ് നേരിൽ കൊണ്ടുവന്ന് തരാൻ രവീന്ദ്രൻ തമ്പി പറഞ്ഞു. എന്തോ നമ്മളൊക്കെ ഒന്നല്ലേ അളിയോ? അതെ. ഇവൻ വേണ്ടല്ലേ? വേണ്ട നല്ല എഴുതിട്ടുള്ളൂ. ആ രണ്ടുപേരും എഴുതിട്ടുള്ളൂ. നമസ്കാരം. ഹലോ മിസ്റ്റർ ശേഖർ, ഇരിക്കൂ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് ദിവസമായല്ലോ ക്ലബിൽ കണ്ടിട്ട്. ഞാൻ അല്പം തിരക്കിലായിരുന്നു. ആണ്ടി, ഫാക്ടറിയും മറ്റും നോക്കി നടത്തുന്നതിന് മിസ്റ്റർ ശേഖരനെ ചുമതലപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ്. ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്റെ മകന് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല.
ഇത്രയും വലിയൊരു ഫാക്ടറി നോക്കി നടത്താനുള്ള യോഗ്യത മിസ്റ്റർ ശേഖറിനുണ്ടെന്ന് എനിക്കറിയാം. സോ മിസ്റ്റർ ശേഖർ, ഇന്ന് തന്നെ ചാർജ് ഏറ്റെടുത്തോളൂ. താങ്ക് യു. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ കെട്ടിടം. ഇത് നമുക്ക് വളരെ ചീപ്പായിട്ട് വാങ്ങിക്കാം. ഇത് ഇടിച്ച് പുതുക്കി പണിതാൽ മേടിക്കുന്നതിന് 10 ഇരട്ടി വിലയ്ക്ക് വിൽക്കാം. ഓക്കെ, എല്ലാ സ്വപ്നയുടെ ഇഷ്ടംപോലെ നടക്കട്ടെ. വരൂ, അകത്ത് പോയി കാണും. ഹലോ. ഹലോ ഡാർലിംഗ്. അതിനെന്ത് വിലയാവുന്ന പറഞ്ഞത്? 5 ലക്ഷോ? അത് ഞാൻ ഏറ്റു. ഓക്കെ. സാർ, ഇത് 50,000 രൂപയുണ്ട്. ഇതെന്താണ് ചെയ്യേണ്ടത്? ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ല, ഏത് കണക്കില്ല? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. താൻ പോയിക്കോ. തുറക്കണോ? എടോ തുറക്കാൻ. സാറ് വന്ന അകത്ത് വിടരുന്ന ഓർഡർ. ആളുടെ ഓർഡർ? പുതിയ മാനേജർ ശേഖർ സാറിന്. മമ്മി, മമ്മി, എന്താ? ശേഖരനെ ഫാക്ടറിയിൽ കയറ്റിയതാരാണ്? അതിന് അവകാശപ്പെട്ടവർ. സുഖു ആ പെണ്ണിന്റെയും ശേഖരന്റെയും കളിപ്പാവയായി മാറിയിരിക്കുകയാണ്. അവരെല്ലാം ചേർന്ന് ഫാക്ടറി സ്വത്തുക്കൾ എല്ലാം നശിപ്പിക്കും. ഇല്ല, നീ അത് നശിപ്പിക്കരുതെന്ന് കരുതിയാണ് ഞാൻ എല്ലാം ശേഖരനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനോ നശിപ്പിക്കില്ല. അതിന്റെ യഥാർത്ഥ അവകാശി സുഖുവാണ്. അല്ല, പിന്നെ ഞാനാണ്. നീ എന്തായി പറയുന്ന മോനെ? അതിന്റെ യഥാർത്ഥ അവകാശി സുഖുവാണ്. അവന്റെ മുത്തശ്ശൻ അവനത് എഴുതി കൊടുത്താണ്. മമ്മിക്ക് കൃഷ്ണനെ അറിയാമോ? കൃഷ്ണനോ? ഏത് കൃഷ്ണൻ? ഈ കുടുംബത്തിന്റെയും നിങ്ങളുടെയും എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഇവിടുത്തെ പഴയ ഒരു വേലക്കാരൻ. അയാൾ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. ജയിലിൽ വെച്ച് അയാൾ എല്ലാം എന്നോട് പറഞ്ഞു. നിങ്ങൾ എന്റെ അമ്മയല്ല, മുത്തച്ഛന്റെ സഹോദരിയാണ്. നിങ്ങൾ എന്റെ അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, മുത്തച്ഛനെയും. എന്റെ സ്വത്തുക്കൾ മുഴുവൻ അപഹരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെയും നിങ്ങളുടെ മകനെയും പരസ്പരം വെച്ചുമാറി. എന്റെ പേരിൽ അവൻ അറിയപ്പെട്ടു, അവന്റെ പേരിൽ ഞാനും. അല്ല മോനെ, അല്ല. നീ എന്റെ മോനാണ്. ഞാനാണ് നിന്നെ പ്രസവിച്ചത്. ഞാൻ നിന്റെ അമ്മയാണ്. ആ ബന്ധം ഒരാത്മവഞ്ചനയല്ലേ? മുലപ്പാലിലും എന്താണ് മായം ചേർക്കുന്നത്? ജയിലിൽ വെച്ച് ആരോ ഒരുത്തൻ എന്തൊക്കെയോ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്വത്തുക്കളെല്ലാം സുഖുവിന്റെതാണ് കുഞ്ഞെ. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കാതെയാണ് മരിച്ചുപോയത്. എന്തു ചെയ്യാം, എല്ലാം നിന്റെ വിധിയാണ്. വിധി? എന്റെ സ്വത്തുക്കളെല്ലാം അപഹരിച്ച് നിങ്ങൾ അവന് കൊടുത്തില്ലേ? അവന് നിങ്ങൾക്ക് എന്തെങ്കിലും മോനെന്ന് വിളിക്കാൻ കഴിയുമോ? ഒരിക്കലെങ്കിലും അവന് നിങ്ങൾ അമ്മയെന്ന് വിളിക്കാൻ കഴിയുമോ? ഇല്ല, അതാണ് വിധി. രവി, നിനക്ക് ഭ്രാന്താണ്. മമ്മി, ഇപ്പോഴും നിങ്ങളെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളുടെ മോനല്ലെന്നും ഈ സ്വത്തുക്കളെല്ലാം എന്റേതാണെന്നും നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ എന്നെ നാട്ടുകാരോട് വിളിച്ചു പറയും. ഞാൻ പറയിപ്പിക്കും. സുഖു, എനിക്കൂടെ ഒരു സിപ്പ് തരുമോ? അവിടെ ഇരിപ്പുണ്ട്. വേണ്ട, എനിക്ക് എന്റെ സുഖുവിന്റെ ഗ്ലാസ്സിൽ നിന്ന് മതി.
ഒരു ചിത്രം വരയ്ക്കാന്ന് വിചാരിച്ചു. എന്തൊക്കെയോ ആശയങ്ങൾ മനസ്സിലുണ്ട്, ഒന്നും വ്യക്തമാകുന്നില്ല. വ്യക്തമാകുമെന്നേ, എല്ലാം വ്യക്തമാക്കി തരാം. എന്റെ ഒരു ന്യൂഡ് പോർട്രേറ്റ് വരയ്ക്കാമോ? ഞാൻ മോഡലായി നിന്ന് തരാം. യെസ് കമി. ഓ സോറി. നാളെ ബാംഗ്ലൂർ റേസ് തുടങ്ങിയല്ലേ, പോകാൻ പണം വേണ്ടേ? ആന്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. താങ്ക് യു. നമസ്കാരം. ഞാൻ ശേഖരനെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സുഖു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 3-4 ദിവസമായി. അവൻ എവിടെയുണ്ടെന്ന് അറിയാമോ? എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപ വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞു. എസ്റ്റേറ്റ് അക്കൗണ്ടിൽ നിന്നും ഫാക്ടറി അക്കൗണ്ടിലേക്ക് കുറെ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നല്ലോ, അതും തീർന്നു. ശരി, ശേഖർ പൊയ്ക്കോളൂ, ഇവിടെ പണമില്ല. ആന്റി, ആന്റി എന്തിനാ ഇവിടെ വന്നത്? വരാൻ പാടില്ലാത്ത സ്ഥലമാണെന്ന് എനിക്കറിയാം. നീ ഇവിടെ വന്ന് പെട്ടുപോയില്ലേ? നിന്നെ കാണാൻ ഇവിടെ വരേണ്ടി വന്നത് എന്റെ ഗതികേടാണ്. സുഖു, ഇവളാരാണെന്ന് അറിയാമോ? ഈ പെണ്ണ് മഹാ ചീത്തയാണ്. നിങ്ങൾ അനാവശ്യം പറയരുത്, ഇവിടെ നിറങ്ങി പോണം. സുഖു, നിന്റെ പണം കണ്ടിട്ടാണ് ഇവൾ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. അത് തീരുമ്പോൾ ഇവൾ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. പണത്തിനു വേണ്ടി സുഖുവിനോട് സ്നേഹം ഭാവിക്കുന്നത് നിങ്ങളാണ്. സുഖുവിനെ തിരുത്താനും ശാസിക്കാനും നിങ്ങൾ ആരാണ്? സുഖുവിന്റെ അമ്മയാണോ? അതേടി, അമ്മയാണ് അമ്മ. അതുപോലെയാണ് ഞാൻ ഇവനെ സ്നേഹിക്കുന്നത്. എത്ര ഭംഗിയായിട്ട് അഭിനയിക്കുന്നു. ഇതൊക്കെ സുഖുവിന്റെ പണത്തിന് വേണ്ടിയല്ലേ? സുഖുവിന്റെ സ്വത്തുക്കൾ അപഹരിച്ച് നിങ്ങളുടെ മകന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സുഖുവിന് വിഷം കൊടുത്ത് കൊല്ലും. ആന്റി, സുഖുവിനെ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടി. നിങ്ങളുടെ വീട്ടിലുള്ള ഏതോ ഒരു സ്ത്രീ ഇവിടെ കയറി വന്ന് എന്നെ തല്ലിയില്ലേ? ആന്റി, ഇവളെ കൊണ്ട് നിങ്ങളെ പാരം തല്ലിക്കാൻ കഴിയുന്നിട്ടില്ല. വേണ്ടെന്ന് വെച്ചിട്ടാ. മേലാൽ എന്റെ കാര്യങ്ങൾ ഇടപെടരുത്. ഇടപെട്ടാൽ എന്റെ ഈ കൈ. സുഖു, നിങ്ങൾക്ക് പോവാം. പറഞ്ഞത് കേട്ടില്ലേ? സുഖു, നിനക്ക് പണം വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇതാ. ഐ എം സോറി ഡാർലിംഗ്. It's all right. അയ്യോ, ആരോ വന്നിരിക്കെ. അങ്ങോട്ട് ഇരുന്നോട്ടെ, അങ്ങോട്ട് ഇരുന്നോട്ടെ. അയ്യവാൻ വേണ്ട, വേണ്ടല്ലേ? ആ, സാർ അതിങ്ങോട്ട് എടുത്താട്ടെ. എന്തോന്ന്? സാർ അതിങ്ങോട്ട് എടുത്താട്ടെ. എന്തോന്നാ? സാറന്മാരൊരു തമാശക്കളിയുണ്ട്. സാർ അതിങ്ങോട്ട് എടുത്താട്ടെ സാറ്. എന്താ? ചെക്ക്. ചെക്കോ? ചെക്ക് ഞങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ. പിന്നെ ക്യാഷ് ആയിരിക്കും. അതുമില്ല. പിന്നെ സാർ,
തമ്പീസ് ഇൻഡസ്ട്രീസിന്റെ പുതിയ മാനേജർ ശേഖർ ഞങ്ങളെ പിരിച്ചു. എന്തെങ്കിലും ഒരു ജോലി തന്ന് ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾക്കിവിടെ ജോലി ഒന്നും തള്ളിയോ മറ്റോ അറിഞ്ഞ എന്റെ ഗതി അതോധിയായി പോവും. ആവട്ടെ. ആവട്ടെ എന്നോ? അപ്പൊ ഞാൻ ഫുട്പാത്തിലായിക്കോട്ടെ എന്നോ? പ്ലീസ് പ്ലീസ് ഒരു കാര്യം ചെയ്യൂ. മെല്ലെ എഴുന്നേറ്റ് മെല്ലെ നടന്നോളൂ. അതാ ഗേറ്റ്. മിസ്റ്റർ ശേഖർ, യെസ്. ഈ വർഷം നമ്മുടെ ഫാക്ടറി നഷ്ടത്തിലാണല്ലേ? അതെ. തമ്പീസ് ഇൻഡസ്ട്രീസിന്റെ ചരിത്രത്തിൽ ആദ്യമാണിത്. ഞാൻ എന്ത് ചെയ്യാനാ മാഡം? ഈ സ്ഥാപനത്തിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ആയത്. മിസ്റ്റർ ശേഖർ, അത് നന്നായി നോക്കി നടത്താനാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. പക്ഷെ നിങ്ങൾ അത് നശിപ്പിച്ചു. അതിന്റെ അവകാശിയും. നാളെ ആ സ്ഥാപനം പൂട്ടിക്കിടക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നാളെ ഞാൻ ഓഫീസിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ കാണാൻ പാടില്ല. You can go. സുഗു, നീ എവിടെ പോന്നു? എനിക്ക് ബോംബെ വരെ ഒന്ന് വേണം. കൂട്ടിന് അവിടെ ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ ആരുടെ കൂടെയെങ്കിലും പോട്ടെ, നിങ്ങൾക്ക് എന്താ? ഇതൊരു സ്വൈര്യക്കേടായല്ലോ. സുഗു, നീ ഇങ്ങനെ ആയതുകൊണ്ട് ഫാക്ടറിയുടെ കാര്യം ആകെ തകരാറിലായി. എസ്റ്റേറ്റിൽ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ആർക്കറിയാം. ഒടുവിൽ നിനക്ക് നല്ല ബുദ്ധി തോന്നുമ്പോൾ ഒന്നും ബാക്കിയില്ലാതെ ആവും. നീ ഒരു കല്യാണം കഴിച്ച് ഇനിയെങ്കിലും ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്നതാണ് നല്ലത്. നിങ്ങളെ കൊണ്ട് സഹി ഇട്ടു. ഞാൻ തിരിച്ചു വരുമ്പോ അമ്മയും മകനെ ഇവിടെ കണ്ടുപോയത്. ആണ്ടി, എനിക്ക് കുറച്ച് പണം വേണം. ചെലവാക്കുന്നതിനും ഒരു അതിരുണ്ട്. എന്റെ പണമാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ അല്ല. സേഫിന്റെ ആക്കുലി തരൂ. തരാനാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ തരില്ല. ഈ സ്വത്തുക്കൾ ഇങ്ങനെ നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആണ്ടി, പ്ലീസ് ഗീവ് മീ ദ കീ. തരില്ലെന്നാ പറഞ്ഞത്. ആണ്ടി, തരാനാ പറഞ്ഞത്. തരില്ല. തരാനാ പറഞ്ഞത്. സുഗു, നീ പോകരുത്. മാറിക്കോ. ഞാൻ പറയുന്ന ആണ്ടി, മാറിക്കാനാ പറഞ്ഞത്. ഞാൻ നിന്നെ വിടില്ല. മാറിക്കാനാ പറഞ്ഞത്. മമ്മി, എന്താണ് കാണിച്ചത്? എന്താണ് കാണിച്ചതെന്ന്? മോനെ, അവനെ ഒന്നും ചെയ്യരുത്. കണ്ടോടാ, ഇതാണ് അമ്മ. എന്നേക്കാളേറെ നിന്നെ സ്നേഹിച്ച എന്റെ അമ്മ. ഞാനിങ്ങനെ ഇവരോട് പെരുമാറിയിരുന്നെങ്കിൽ ഇവർ സഹിക്കുമായിരുന്നു. പക്ഷെ നീ സ്വന്തം മകൻ, അതുപോലെ നിന്നെ അവർ സ്നേഹിച്ചു. വരൂ മമ്മി, വരൂ. സ്വപ്നെ, നീയും ശേഖറുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
നീ എന്ത് പറയുന്നു? ഞാൻ ശേഖരനെ ഉപേക്ഷിക്കാം. സുഖിനെ വിവാഹം കഴിക്കൂ. എനിക്ക് ബന്ധങ്ങളിലൊന്നും വിശ്വാസമില്ലെന്ന് നിനക്കറിയില്ലേ? ഇപ്പൊ തന്നെ നമ്മൾ വിവാഹം കഴിച്ചല്ലേ ജീവിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാം. ശേഖർ എന്താ ഇവിടെ? മിസ്റ്റർ സുഗു, നിങ്ങളുടെ ആന്റി എന്നെ ഫാക്ടറിയിൽ നിന്നും പുറത്താക്കി. നിങ്ങൾ ഇവളെ ഒന്ന് ഉപേക്ഷിക്കുമെന്നും അറിഞ്ഞുകൂടാ. അതിനു മുൻപ് നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ കഴിഞ്ഞൊരു പെണ്ണാണ് ഇവൾ. ഇവൾക്ക് നിങ്ങളുടെ സ്വത്തിന്റെ പകുതി എഴുതി കൊടുക്കണം. ദാ ഇതിലൊപ്പിടൂ. പാവം പയ്യൻ. ഇപ്പോഴെന്ത് പറയുന്നു? മര്യാദയ്ക്ക് ഇതിൽ ഒപ്പിട്ടാൽ നിനക്ക് ഇവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാം. സാധ്യമല്ല. എനിക്ക് ജീവനോടുള്ള കാലം ഞാനിത് ഉൾപ്പെടെ നീ പ്രതീക്ഷിക്കത്തില്ല അല്ലേ? നിന്നെ കൊണ്ട് ഒപ്പിടിക്കാനുള്ള ആള് ഇപ്പൊ ഇവിടെ വരും. ആ നില്ലുന്നില്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഓഫീസിൽ വരുമ്പോ എന്നെ അവിടെ കാണരുതെന്ന് അല്ലേ? അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് കണ്ടു കളയാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നല്ല ഓർമ്മയുണ്ട്. സുഭദ്രാമ തങ്കച്ചിയോട്. സമയം പോകുന്നു. ഇതിൽ ഒപ്പിടാൻ പറയണം. സാധ്യമല്ല. സാധ്യമല്ലേ? ആരോ വരുന്ന പോലെ പോകുന്നു. ആരായാലും Thank you.
രവി, സുഖു 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 സുഖുവിനെ വിട്ടിട്ട് ഞാനെങ്ങനെ? സുഖുവിനെ ഇവിടെ വിട്ടു പോയാലെന്താ? അവൻ അമ്മയുടെ മോനാണോ? ഞാൻ തോറ്റു മോനെ, തോറ്റു. സുഖു എന്റെ സ്വന്തം മകനാണ്. ഈ സ്വത്തുക്കളിലെല്ലാം അവകാശം നീയാണ്. ദയവ് ചെയ്ത് എന്റെ മോനെ രക്ഷിക്കൂ, എന്റെ മോനെ രക്ഷിക്കൂ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അമ്മയെന്ന് വിളിക്കുമോനെ, വിളിക്കുമോനെ. അമ്മേ, എന്നോട് ക്ഷമിക്കുമോനെ.